നിർത്തട്ടെ. ആ പൊന്നുമോന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ആ ചെറുപ്പക്കാരന് ബുദ്ധിശക്തി നൽകുമാറാവട്ടെ. നല്ല അച്ചടക്കമുള്ള മകനാണ്. എവിടെ വാലുണ്ടായാലും ആ വാലിന്റെ സദസ്സിലേക്ക് കടന്നു വരുന്ന ചെറുപ്പക്കാരൻ, അല്ലാഹുവേ ആ ചെറുപ്പക്കാരന് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. സമുദായത്തിനും മാതാപിതാക്കൾക്കും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതേ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു പെരുന്നാളിന്റെ രാത്രി തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോഴാണ് പൊന്നുമോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പൊന്നുമോൾ കരയുകയാണ്, തന്റെ കൊച്ചുമോൾ കരയുകയാണ്. എന്റെ മോളെ കരയുന്നത്, എന്തിനാണ് കരയുന്നത്? അപ്പോഴാണ് പൊന്നുമോൾ പറഞ്ഞത്, യാ അബീ, ഉപ്പാ, നിങ്ങൾ എന്താണ് പറയുന്നത്? രാജ്യത്തിന്റെ സാമ്രാജ്യങ്ങളുടെ അധിപനായ എന്റെ പിതാവ്, ലോകം തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പിതാവ്, എന്നാൽ ഈ പൊന്നുമോൾ എന്റെ വസ്ത്രം കാണുന്നില്ലേ? കീറിപ്പറഞ്ഞ കുപ്പായമല്ലേ? എവിടെയാ കീറാൻ ബാക്കിയുള്ളത്? എവിടെയാണ് തുന്നാൻ ബാക്കിയുള്ളത്? ഈ പഴയ വസ്ത്രം ധരിച്ചിട്ട് എങ്ങനെയാണ് ഉപ്പാ ഞാൻ നാളെ പെരുന്നാൾ ആഘോഷിക്കുന്നത്? രണ്ട് ആഘോഷമാണല്ലോ, രണ്ട് പെരുന്നാളാണല്ലോ. ആ പെരുന്നാളിന് പുതുവസ്ത്രം ധരിക്കൽ സുന്നത്തുമാണല്ലോ ഉപ്പാ. എങ്ങനെയാണ് ഞാൻ പുതുവസ്ത്രം ധരിക്കുക? എനിക്ക് പുതിയ കുപ്പായങ്ങളില്ലല്ലോ. എന്റെ ചങ്ങാതിമാരെല്ലാം പുതിയ കുപ്പായങ്ങൾ വാങ്ങിച്ചു. പുതിയ കുപ്പായങ്ങൾ വാങ്ങിച്ചു നാളെ പെരുന്നാൾ ആഘോഷിക്കുമ്പോ എനിക്ക് നാണമാണുപ്പാ, എനിക്ക് ലജ്ജയാണുപ്പാ. ഈ കീറിപ്പറിഞ്ഞ വസ്ത്രവും ധരിച്ചിട്ട് എനിക്ക് നാളെ പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റൂല. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മനം നൊന്തു പോവുകയാണ്. ഇത് പൊന്നുമോളുടെ വാക്കുകളാണല്ലോ, എന്റെ കൊച്ചുമോളുടെ കരച്ചിലാണല്ലോ. പിന്നെ ഒന്നും ഓർത്തില്ല, വീടിൽ ഒരു ചുക്ക് പോലുമില്ല. ആലോചിക്കണേ, 20ഓളം രാജ്യങ്ങളെ സാമ്രാജ്യങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഒരു നയാ പൈസയില്ല, ഒരു തുണ്ട് കാശില്ല. സാമ്പത്തികമായി സ്വന്തമെന്ന് പറയാനൊന്നുമില്ല. നേരെ ചെന്നത് ബൈത്തുൽ മാലിലേക്കാണ്, നേരെ ചെന്നത് ഖജനാവിലേക്കാണ്. അവിടെയുണ്ട് ഖജനാവിന്റെ സൂക്ഷിപ്പുകാരൻ, അവിടെയുണ്ട് ബൈത്തുൽ മാലിന്റെ സൂക്ഷിപ്പുകാരൻ. അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് താങ്കൾ അടുത്ത മാസത്തെ സാലറി തരുമോ? ഈ മാസത്തെ സാലറി അത് ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത മാസത്തെ സാലറി മുൻകൂട്ടി തരുമോ? അതെന്തിനാണ് അടുത്ത മാസത്തെ സാലറി? അപ്പോഴാണ് പറഞ്ഞത്, എനിക്ക് 11ഓളം മക്കളുണ്ടല്ലോ, ആ മക്കൾക്ക് ഞാൻ പുതുവസ്ത്രം വാങ്ങിയിട്ടില്ല. നാളെയല്ലേ പെരുന്നാള്, ഞാൻ ഒരാൾക്ക് പോലും വസ്ത്രം വാങ്ങിച്ചിട്ടില്ല. എന്റെ പൊന്നുമോള് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുതിയ കുപ്പായം വാങ്ങാൻ വേണ്ടി എനിക്ക് അടുത്ത മാസത്തെ സാലറി തരുമോ എന്ന് ചോദിച്ചപ്പോഴാണ് ബൈത്തുൽ മാലിന്റെ ഖജനാവ് സൂക്ഷിക്കുന്ന ആള് മഹാനായ ഉമർ തങ്ങളോട് ചോദിച്ചത്, യാ അമീറൽ മുഅ്മിനീൻ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എനിക്ക് നിങ്ങൾ ഉറപ്പ് തന്നാൽ, ആ ഒരു വിഷയത്തിൽ നിങ്ങൾ എനിക്ക് ഉറപ്പ് തന്നാൽ ഞാൻ നിങ്ങൾക്ക് അടുത്ത മാസത്തെ സാലറി തരാം. എന്താണ് ഉറപ്പ് വേണ്ടത്? ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പോഴാണ് അടുത്ത മാസം അവസാനം വരെ നിങ്ങൾ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് ഉറപ്പ് തരണം. ഇത് ജനുവരി 3, 4, ഇന്ന് എത്ര 7? ജനുവരി 7ന്റെ ജനുവരിന്റെ സാലറിയൊക്കെ വാങ്ങി. എനിക്ക് അടുത്ത മാസത്തെ സാലറി വേണം, ഞാൻ തരാം. പക്ഷെ ഫെബ്രുവരി 28 വരെ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് ഉറപ്പ് തരണം. ഓ, അതെങ്ങനെ തരാ? അത് അല്ലാഹുവിന്റെ കയ്യിലല്ലേ? അല്ലാഹുവിന്റെ കയ്യിലാണ്. പക്ഷേ നിങ്ങൾക്ക് ഞാൻ അടുത്ത മാസത്തെ സാലറി തന്നു, ഫെബ്രുവരി 15 ആകുമ്പോഴേക്കും നിങ്ങൾ മരിച്ചുപോയാൽ നിങ്ങളും ഉത്തരവാദിയാണ്, അല്ലാഹുവിന്റെ കോടതിയിൽ ഞാനും ഉത്തരവാദിയാണ്. എന്താ വേണ്ടത് നിങ്ങൾ തീരുമാനിക്കൂ എന്ന് അമീറുൽ മുഅ്മിനീനോടാണ് ഒരു ഖജനാവിന്റെ സൂക്ഷിപ്പുകാരൻ പറയുന്നത്. ഉടനെ തന്നെ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് വേണ്ട, ഞാൻ ഫെബ്രുവരി 28 വരെ ജീവിച്ചിരിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെയാണ് 11ഓളം മക്കൾ ഇങ്ങനെ കാത്തിരിക്കുന്നത്, പുതുകുപ്പായങ്ങളുമായി, പുത്തനുടുപ്പുകളുമായി, നാളേക്ക് ധരിക്കാനുള്ള ചെരുപ്പുകളുമായി. എന്റെ വന്യപിതാവ് കടന്നു വരുമെന്നുള്ള പ്രതീക്ഷയോടെ മക്കൾ കാത്തിരിക്കുമ്പോ കൈയും വീശിക്കൊണ്ടുപ്പ കടന്നു വരികയാണ്. എന്നിട്ട് മക്കളോട് ചോദിച്ചു, യാ മക്കളെ, എന്റെ പൊന്നു മക്കളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. മക്കളെയെല്ലാം ഒരുമിച്ച് കൂട്ടി എന്നിട്ട് മക്കളോട് പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ
ബൈത്തുൽ മാലിൽ നിന്ന് അടുത്ത മാസത്തെ സാലറി മുൻകൂട്ടി എടുത്തിട്ട് പുതുവസ്ത്രങ്ങൾ വാങ്ങിച്ചു തന്ന് അതിനു മുമ്പ് ഞാൻ മരിച്ചു പോയാൽ നിങ്ങളുടെ പിതാവ് നരകത്തിലേക്കല്ലേ പോവുക? അതുകൊണ്ട് ഞാൻ മുൻകൂട്ടി സാലറി വാങ്ങി നിങ്ങൾക്ക് ഞാൻ പുതുവസ്ത്രം വാങ്ങിച്ചു തരണോ, അല്ല ഈ പഴയ കുപ്പായത്തിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്താൽ മതിയോ? മക്കളോട് ചോദിക്കുകയാണ്. എന്താണ് നമ്മുടെ മക്കൾ മറുപടി പറയാ? ആലോചിക്ക്. ഓരോ കല്യാണത്തിന് ഓരോ കുപ്പായം, ഓരോ സെൻഡ് ഓഫിന് ഓരോ കുപ്പായം, ഓരോ ന്യൂ ഇയറിന് ഓരോ കുപ്പായം. എന്താണ് നമ്മുടെ മക്കളുടെ പോക്കെങ്ങോട്ട്? എത്ര കുപ്പായങ്ങൾ ആദരിക്കുന്നത്? ഒരു വർഷത്തിൽ 10-15 കുപ്പായം ധരിക്കുന്ന നമ്മൾ ഒരു 10 കുപ്പായം മാറ്റിയാൽ ഒരു 5000 രൂപ നമ്മുടെ സ്ഥാപനത്തിന് കൊടുത്തൂടെ? ഒരു 5000 രൂപ നമ്മുടെ സ്ഥാപനത്തിന് കൊടുത്തൂടെ? 10 കുപ്പായത്തിന് 5000 രൂപയല്ല എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. കാരണം മിനിമം 2000 രൂപയെങ്കിലും ഇല്ലാത്ത കുപ്പായങ്ങളുണ്ടോ? മിനിമം 2000 രൂപയെങ്കിലും ഇല്ലാത്ത കുപ്പായങ്ങൾ ഈ വടകരയുടെ മുക്കുമൂലകളിലുള്ള ആളുകൾ ധരിക്കാറുണ്ടോ? എനിക്കറിയില്ല. ധരിക്കുന്നത് തെറ്റ് എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ നമ്മുടെ സമ്പാദ്യങ്ങളിൽ നിന്ന് ഏറ്റവും അമൂല്യമായ തുക ഒരു 15 കുപ്പായം വാങ്ങുന്നവരാൾ എനിക്ക് ഈ വർഷം 5 കുപ്പായം മതി, ഒരു 10 കുപ്പായത്തിന്റെ തുക ഞാൻ സ്ഥാപനത്തിന് വേണ്ടി മാറ്റിവെക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുപ്പായം ധരിച്ചവർ തീർന്നു പോയി. അത് ഓട്ടയുണ്ടായി ദ്രവിച്ചു പോയി. എന്നാൽ മാറ്റിവെച്ച കുപ്പായമുണ്ടല്ലോ, അത് നാളെ ഖബറിലേക്ക് പുതുവസ്ത്രങ്ങളായി, നാളെ ഖബറിൽ നേരം പോക്കായി, നാളെ ഖബറിൽ സ്വർഗത്തിന്റെ സുഖങ്ങളായി കടന്നു വരുമ്പോ അപ്പോഴാണ് നമ്മൾക്ക് സന്തോഷിക്കാൻ പറ്റുക. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ, എന്താണ് നമ്മുടെ മക്കൾ നമ്മളോട് പറയാ? നിങ്ങൾ മരിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾ നരകത്തിൽ പോയാലും കുഴപ്പമില്ല, എനിക്ക് നാളെ കുപ്പായം വേണം, അല്ലെ? അതല്ല മക്കൾ പറയാ. എങ്ങനെ മരിക്കുന്നില്ല അത് വേറെ വിഷയം, അതെനിക്കറിയില്ല. എനിക്കിപ്പോൾ നാളെ കുപ്പായം വേണം. എൻ്റെ ചങ്ങായിമാരൊക്കെ കുപ്പായം ഇടുന്നുണ്ട്, അവരൊക്കെ പുതിയ കുപ്പായാണ്, എനിക്കും കുപ്പായം വേണം. ഇതാ നമ്മുടെ മക്കൾ പറയാം. പക്ഷേ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് ചിട്ടയോടെ വളർത്തിയ മക്കൾ, അതപോടെ വളർത്തിയ മക്കൾ, സംസ്കാരം പഠിപ്പിച്ചു കൊടുത്ത മക്കൾ, ആ മക്കള് പറഞ്ഞത് എന്തെന്നറിയോ? ഉപ്പാ, ഈ പഴയ കുപ്പായം ധരിച്ചിട്ട് ഞങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചോളാം. ആരാ പറയുന്നത്? നാടിന്റെ പ്രസിഡന്റ് അല്ല, ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകനല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മകനല്ല. 20ഓളം രാജ്യങ്ങളെ ഒരു വിശാലമായി നീണ്ടു കിടക്കുന്ന സാമ്രാജ്യങ്ങളുടെ അധിപന്റെ മക്കളാണ്. ഉപ്പാ, ഞങ്ങൾ പഴയ കുപ്പായം കൊണ്ട് പെരുന്നാൾ ആഘോഷിച്ചോളാം, ഉപ്പയും ഞങ്ങളും സ്വർഗത്തിലേക്ക് പോവലാണ് ഞങ്ങളുടെ താല്പര്യം എന്ന് പറഞ്ഞത്. അവിടെയും അവർ ആലോചിച്ചത് മരണത്തെക്കുറിച്ചാണ്. നമ്മൾ ആലോചിക്കാറുണ്ടോ? നമ്മൾ ആലോചിക്കാറുണ്ടോ ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്? ലാ തഖൂമു സ്സാഅ ഹത്താ യൽഹറ മൗതുൽ ഫജാ. പെട്ടെന്ന് മരിച്ചു പോകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. പെട്ടെന്ന് മരിച്ചു പോകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലുള്ള 10-15ഓളം വയസ്സുള്ള ഒരു ഹാഫിളായ മകന് ഹിഫ്ള് മത്സരത്തിൽ 1 ലക്ഷം രൂപ സമ്മാനമായി ലഭിച്ചപ്പോ വലിയ മുതലാളിമാരുടെ കുടുംബമല്ല, ഇടത്തരക്കാരായ ഒരു ഫാമിലിയാണ്. എന്റെ സുഹൃത്തിന്റെ അനുജനാണ്. ഒരു ഹുദവിയായ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ 12 വർഷം പഠിച്ച എന്റെ സുഹൃത്തിന്റെ അനുജൻ ഒരു ഹിഫ്ള് മത്സരത്തിൽ ആദ്യം വിന്നറായപ്പോ ആ മകന് 1 ലക്ഷം രൂപ സമ്മാനം ലഭിച്ചപ്പോ ആ മകന് ഉപ്പയോട് ചോദിച്ചിട്ടില്ല, ഉമ്മയോട് ചോദിച്ചിട്ടില്ല, ജ്യേഷ്ഠന്മാരോട് ചോദിച്ചിട്ടില്ല, എവിടെന്നാണോ ലഭിക്കുന്നത് ആ ലഭിക്കുന്ന 1 ലക്ഷം രൂപ എന്നെ പഠിപ്പിച്ച എന്റെ സ്ഥാപനത്തിനായി എന്ന് പറഞ്ഞിട്ട് ചെറിയ മകൻ ആ മകന് 1 ലക്ഷമല്ലാതെ വേറെ ഒന്നുമില്ല, ആ മകന് 1 ലക്ഷമല്ലാതെ വേറെ ഒന്നുമില്ല, വേറെ ഒരു സമ്പാദ്യമില്ല, വേറെ ഒരു വരുമാനമില്ല. മക്കളൊക്കെ ആഗ്രഹിക്കൂലേ 1 ലക്ഷം രൂപ ലഭിച്ചാൽ ഇത് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ? പക്ഷെ ആ പൊന്നുമോൻ ആലോചിച്ചത് എനിക്ക് സ്വന്തമാക്കണമെന്നല്ല, എന്റെ ഉപ്പാക്ക് കൊടുക്കണമെന്നല്ല, എന്റെ ഉമ്മാക്ക് കൊടുക്കണമെന്നല്ല. ആ പൊന്നുമോൻ സദസ്സിൽ വെച്ച് തന്നെ തനിക്ക് ലഭിച്ച 1 ലക്ഷത്തിന്റെ ചെക്ക് എന്റെ സ്ഥാപനത്തിന് കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് കൈമാറുമ്പോ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് മുതലാളിമാരുണ്ട്, ഒരുപാട് മുതലാളിച്ചിമാരുണ്ട്. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്നല്ല, നിങ്ങളുടെ സഹായം തന്നെയാണ് നമ്മുടെ യമാനിയ കോളേജിന്റെ വിജയം. അത് തന്നെയാണ്. ഇനിയും നിങ്ങളുടെ സഹായങ്ങൾ ഉണ്ടാവണം. അത് നിങ്ങൾക്ക് വേണ്ടിയല്ല, സ്ഥാപനത്തിന് വേണ്ടിയല്ല. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരെ, അത് സ്ഥാപനത്തിന് വേണ്ടിയല്ല. സ്ഥാപനത്തിന് നിങ്ങൾ നൽകിയില്ലെങ്കിൽ ഇത് നൽകാൻ പറ്റുന്ന വേറെ ഒരാള് അല്ലാഹു ഇവിടേക്ക് കൊണ്ടുവരും. അതെങ്ങനെയാണ്? നിങ്ങൾ ആരും കൊടുത്തില്ലേ?
നിങ്ങൾ എന്ത് വിചാരിക്കും? സ്ഥാപനം ഇവിടെ മുന്നോട്ട് പോകില്ല. അങ്ങനെയല്ല. ഇത് കൊടുക്കാൻ പറ്റുന്ന ആളെ അള്ളാഹു കൊണ്ടുവരും. കാസർഗോഡ് ജില്ലയിൽ മഹാനായ ശൈഖുന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ ലോകത്തോട് വിട പറഞ്ഞു പോയി. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം സ്വർഗീയമാക്കി കൊടുക്കട്ടെ. അള്ളാഹു ദറജ അധികരിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഹിഫ്ള് സ്ഥാപനം തുടങ്ങി. അരമണിക്കൂർ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്നെണ്ണിച്ചിട്ട് ഇരുന്നോളൂ, ഉറക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ. സല്ലു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മൾ നോക്കണം, അള്ളാഹുവിൻ്റെ ഭവനം, അള്ളാഹുവിൻ്റെ സ്ഥാപനങ്ങൾ, അതിനെ നമ്മളാരും ഇവിടെ നിങ്ങളെ ഈ തൂവക്കുന്നിലുള്ള ആളുകൾ തിരിഞ്ഞു നോക്കിയില്ലേ? പഠിച്ചുന്നത് വിഷയാവൂല. വേറെ നാട്ടിൽ നിന്നൊരാൾ ഇവിടെ വരും, ഇതിൻ്റെ ചിലവ് മൊത്തം ഞാൻ ഏറ്റെടുക്കാമെന്ന് പറയും. അതുകൊണ്ട് വേറൊരാൾക്ക് അവസരം കൊടുക്കാൻ നമ്മൾ വേഗം ബാദിറൂബിൽ അമാൽ, വേഗം ഉളരി എനിക്ക് വേണമെന്ന് പറഞ്ഞ് എല്ലാവരും പങ്കാളികളാവും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ ശൈഖുന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്ഥാപനം തുടങ്ങി. 1 വർഷമായിട്ടില്ല. മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് അതിന് തുടക്കം കുറിച്ചത്, കുറ്റിയിട്ടത് മൂപ്പരാണ്. അപ്പോൾ അതിന് വലിയ വലിയ കമ്മിറ്റിയോ വലിയ മുതലാളിമാരോ നാടിൻ്റെ ചുറ്റുമില്ല, പിന്നെ വലിയ മുതലാളിമാരായ കമ്മിറ്റിയില്ല. ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിലിങ്ങനെ ഹിഫ്ള് കോളേജ് ഇങ്ങനെ പോവാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2 മാസം മുമ്പ് ഒരു ആക്ടിവയിൽ ഒരാൾ കടന്നു വരുന്നത്. ആർക്കും പരിചയമില്ല, നാട്ടുകാർക്ക് പരിചയമില്ല, അവിടെയുള്ള ഉസ്താദുമാർക്ക് പരിചയമില്ല. ഒരു ആക്ടിവയിൽ ഒരാൾ കടന്നു വരുന്നത്. ഉസ്താദിനോട് സംസാരിച്ചു, ഉസ്താദ് അങ്ങോട്ടും സംസാരിച്ചു. എന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു, മഹാനായ ശൈഖുന ചെറുശ്ശേരി ഉസ്താദിന്റെ പേരിൽ ഒരു സ്ഥാപനം എവിടെയുണ്ട് എന്ന് എനിക്ക് കേൾക്കാൻ സാധിച്ചു. അങ്ങനെ അറിയാൻ വേണ്ടി ഞാൻ വന്നതാണ്. എന്നിട്ട് പറഞ്ഞു, ഇതിന് വേണ്ടുന്ന ബിൽഡിംഗ് ഞാൻ ഏറ്റെടുക്കാം, സ്വന്തമായി ഞാൻ ഏറ്റെടുക്കാം. ഇന്ന് ആ ബിൽഡിംഗ് ഇങ്ങനെ വാർത്തുകൊണ്ടിരിക്കുകയാണ്. നുണയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നാളെ തന്നെ കാസർഗോഡ് വന്ന ഞാൻ കാണിച്ചു തരാം. അയാൾ നാട്ടുകാരനല്ല. ആരാണ് ഇവിടേക്ക് പറഞ്ഞയച്ചത്? നാട്ടുകാർ തിരിഞ്ഞു നോക്കിയില്ലേ? അള്ളാഹുവിനൊരു പ്രശ്നമല്ല, അവിടേക്ക് സഹായിക്കാൻ അള്ളാഹു വേറെ ആളുകളെ പറഞ്ഞേക്കും. പക്ഷേ നാട്ടുകാർക്ക് ലഭിക്കേണ്ട സ്വർഗീയ സുഖങ്ങൾ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് വേറൊരാൾ തിരിഞ്ഞു നോക്കാതെ നമ്മുടെ കൈകളിലുള്ള സ്വർണ്ണമോതിരങ്ങള്, നമ്മുടെ കൈകളിലുള്ള സ്വർണത്തിന്റെ വളകള്, നമ്മുടെ കാതുകളിലുള്ള കമ്മലുകള്, എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, കിടക്കട്ടെ ഖബറിലേക്ക്, കിടക്കട്ടെ നാളെ മഹ്ശറയിലേക്ക്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. കൊടുത്തവർ തന്നെയാണ്, അല്ല എന്നല്ല. പിന്നെയും പിന്നെയും കൊടുക്കണേ. കാരണം എന്തേ? ഇന്ന സദഖത വസിലത്തർ റഹിമി തദ്ഫഉ അൻ മൈതതിസ്സൂ. ഇന്ന സദഖത, ഒരാൾ സദഖ നൽകിയാൽ, ഒരാൾ ദാനധർമ്മം ചെയ്താൽ, വസിലത്തർ റഹിമി, ഒരാൾ കുടുംബ ബന്ധം പുലർത്തിയാൽ, പിണങ്ങിയ ആളുകളോടൊക്കെ സലാം പറഞ്ഞ് സംസാരിച്ചാൽ, തന്റെ അളാപ്പമാരോട്, മൂച്ചാപ്പമാരോട്, ജ്യേഷ്ഠാനുജന്മാരോട്, മാതാപിതാക്കളോട്, ഭാര്യമാരോട്, മക്കളോട്, അയൽവാസികളോട്, ഇങ്ങനെ ഉപ്പയുടെയും ഉമ്മയുടെയും കുടുംബക്കാരോടൊക്കെ ഇടയ്ക്കിടെ ഫോൺ വിളിച്ച് സംസാരിക്കുക, ഇടയ്ക്കിടെ അവരുടെ വീട്ടിൽ സന്ദർശനം നടത്തുക. ഇങ്ങോട്ട് ബന്ധമില്ലാത്ത ആളുകളോട് അങ്ങോട്ട് ബന്ധം വെക്കുക. ഇന്ന സ്വദഖത, സദഖ നൽകുന്ന ആളുകള്, വസിലത്തർ റഹിമി, കുടുംബ ബന്ധവും, തദ്ഫഉ അൻ മൈതതിസ്സൂ, മോശമായ മരണത്തിൽ നിന്ന്, ആഖിബത്ത് മോശമായി മരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്താ പറഞ്ഞു? ഇന്ന സ്വദഖത വസിലത്തർ റഹിമി തദ്ഫഉ അൻ മൈതതിസ്സൂ. മരണത്തിന്റെ കാലച്ചുകൾക്ക് കാതോർക്കുക എന്ന വളരെ കാലികമായ ഒരു വിഷയം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുമ്പോ എങ്ങനെ ഈമാൻ സലാമത്തായി മരിക്കാമെന്ന് പഠിക്കണ്ടേ? ഈമാൻ സലാമത്തായി മരിക്കാനുള്ള വഴി എന്തെന്ന് പഠിക്കണ്ടേ? അതാണ് മുൻ പൊന്നാര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ആഖിബത്ത് നന്നായി മരിക്കാൻ, സൂഉൽ ഖാതിമ, വളരെ മോശപ്പെട്ട രീതിയിൽ മരിക്കാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത്, നന്നായി ദാനധർമ്മം ചെയ്യണേ, നന്നായി സദഖ
നൽകണേ, അതുപോലെ കുടുംബ ബന്ധം പുലർത്തണേ. ഈ രണ്ടാളുകൾക്ക് വളരെ മാന്യമായ രീതിയിൽ വളരെ സന്തോഷത്തോടെ മരിക്കാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മൾക്കൊക്കെ ഈമാൻ സലാമത്തായി മരിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ പറയ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാന്മാരായ പ്രവാചകന്മാരുടെ ദുആ എന്താ? തവഫനാ വഅഹ്ലനാ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അല്ലാഹു തആല പറയുന്നത്? പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന വളരെ പേടിപ്പെടുത്തുന്ന ഒരു ഹദീസ് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? ബാദിറു ബിൽ അമാലി ഫിതനൻ കഖിതഇൽ ലൈലിൽ മുള്ളിം. രാത്രിയുടെ ഇരുട് വർദ്ധിക്കുമ്പോൾ, രാത്രിയുടെ ഇരുട്ടിന് ശക്തി വർദ്ധിക്കുന്നത് പോലെ ഫിത്നകൾക്ക് ഇങ്ങനെ ശക്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വരാനുണ്ട്. ആ കാലഘട്ടത്തിന്റെ ലക്ഷണം എന്തെന്നറിയോ? യുസ്ബിഹുർ റജുലു മുഅ്മിനൻ വയുംസീ കാഫിറാ. രാവിലെ സുബഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നിട്ട് സുബഹി നിസ്കരിച്ച ആളാണ്, ഖുർആൻ ഓതിയ ആളാണ്, നാസ് കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലിയ ആളാണ്. വയുംസീ കാഫിറാ. വൈകുന്നേരമാകുമ്പോൾ അയാൾ കാഫിറായി പോകും. ഇത് അന്ത്യനാളിന്റെ ലക്ഷണങ്ങളാണ്. ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ ഈമാൻ നമ്മൾ പരിശോധിക്കാറുണ്ടോ? വാല് പറയുന്ന എന്റെയും ഈ വാല് കേൾക്കുന്ന നമ്മുടെയൊക്കെ ഈമാൻ നമ്മൾ പരിശോധിക്കാറുണ്ടോ? ഇടയ്ക്കിടെ ശരീരം ബോഡി ചെക്കപ്പ് ചെയ്യുന്നത് പോലെ, ബോഡി ചെക്കപ്പ് ചെയ്യാൻ പരിയാരത്തേക്കും മംഗലാപുരത്തേക്കും യാത്ര ചെയ്യുന്നത് പോലെ നമ്മുടെ ഈമാൻ ഒന്ന് ടെസ്റ്റ് ചെയ്യണേ, നമ്മുടെ ഈമാൻ ഒന്ന് ചെക്കപ്പ് ചെയ്യണേ. ഞാൻ മുസ്ലിം തന്നെയാണോ? ഞാൻ മുഅ്മിൻ തന്നെയാണോ? ഇടയ്ക്കിടെ ഷഹാദത്ത് കലിമ അധികരിപ്പിക്കണേ. കാരണം പ്രഭാതത്തിൽ മുഅ്മിനായ ഒരാൾ യുംസീ കാഫിറാ, വൈകുന്നേരമാകുമ്പോൾ കാഫിറായി പോകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുമ്പോ അല്ലാഹുവേ, അല്ലാഹുവേ നീ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കാക്കണേ അല്ലാഹ്. വയുംസിർ റജുലു മുഅ്മിനാ. വൈകുന്നേരം മഗ്രിബിന് പള്ളിയിലേക്ക് വന്ന ഒരാൾ, വൈകുന്നേരം രാത്രി വാലിന് വന്ന ഒരാൾ, വാല് കേട്ട് ഇവിടെ നിന്ന് മടങ്ങിപ്പോയതാണ്. പക്ഷേ വയുസ്ബിഹു കാഫിറാ, രാവിലെയാകുമ്പോൾ അയാൾ കാഫിറായി പോകും. എന്തേ കാരണമെന്നറിയോ? യബീഉ ദീനഹു ബിഅറളിൻ മിനദ് ദുനിയാ. ദുനിയാവിന് വേണ്ടി ദീനിനെ കച്ചവടം ചെയ്യുന്ന ആളാണവർ. അവർക്ക് ദുനിയാവിനോടാണ് താല്പര്യം, ദീനിനോടല്ല. അവർക്ക് സമ്പത്തിനോടാണ് താല്പര്യം, ഈമാനിനോടല്ല. അവർക്ക് ഇസ്ലാമായി മുസ്ലിമായി ജീവിക്കുന്നതിനുമൊന്നല്ല താല്പര്യമുള്ളത്. അവർ ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും അവരുടെ ചിന്ത തന്നെ ദുനിയാവാണ്. അപ്പൊ കച്ചവടത്തിന്റെ ഇടയിൽ, ബിസിനസിന്റെ ഇടയിൽ, ഏർപ്പാടുകൾക്കിടയിൽ നമ്മുടെ നാവിൻ തുമ്പിലൂടെ കടന്നു വരുന്ന ഒരു വാക്ക് മതി നമ്മുടെ ഇസ്ലാം നഷ്ടപ്പെട്ടു പോവാൻ. അല്ലാഹുവേ, അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അങ്ങനൊരു സാഹചര്യത്തിൽ ജീവിക്കുന്ന നമ്മൾ എല്ലാ നിസ്കാര ശേഷവും ദുആ ചെയ്യണം. തവഫനാ വഅഹ്ലനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുവേ എന്നെ, എൻ്റെ കുടുംബങ്ങളെ മുസ്ലിമായി നീ മരിപ്പിക്കണേ അല്ലാഹ്. ഇത് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ചെയ്ത ദുആയാണ്. യൂസുഫ് നബി ഇങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്ര ദുആ ചെയ്യണം അല്ലേ? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുവേ, അല്ലാഹുവേ നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ്. ദുആ ചെയ്യാ, സ്വതക്ക കൊടുക്കുക. അല്ലാഹു നമ്മൾക്കൊക്കെ ഈമാൻ സലാമത്തായി അല്ലാഹു മരിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. എൻ്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞവർ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. എൻ്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞവർ, അഥവാ മുസ്ലിമീങ്ങളായവർ. നമ്മളൊക്കെ ജന്മന മുസ്ലിമീങ്ങളാണ്. എത്ര പുതു മുസ്ലിമീങ്ങളുണ്ടെന്നറിയോ? ഓരോ വാലിൻ്റെ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ പുതു മുസ്ലിമീങ്ങൾ വന്നിട്ട് കൈ തരും, എന്നിട്ട് ഫോട്ടോ എടുപ്പിക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അവരൊക്കെ എന്തെന്നറിയോ? എടുത്ത് കണ്ണൂർ ജില്ലയിൽ കൂടാലി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് വാലിന് പോയപ്പോ അവിടെയുണ്ട് ഒരു പുതു മുസ്ലിം. എന്നോട് പറഞ്ഞു ജദീദ്. എനിക്ക് ഈ ടേം മനസ്സിലായില്ല. എന്ത് ജദീദ് പഠിച്ചോനെ? ജദീദ് ഖദീം. ഷാഫി മാമൻ്റെ അഭിപ്രായമുണ്ട് ജദീദും ഖദീമും ഒക്കെ. ഇതെന്തിപ്പോൾ ജദീദ് എന്ന് എനിക്ക് ഇത്രയും മനസ്സിലായില്ല. ജദീദാണെന്ന് കൂടെ ഉള്ള ആൾ പറയുന്നു. പിന്നെ പറഞ്ഞു പുതു മുസ്ലിമാണ്. അപ്പം ഞാൻ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ മുസ്ലിം ആവാൻ കാരണം എന്താണെന്ന്. അപ്പോഴാണ് അയാൾ പറഞ്ഞത്, സാധേ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു,
മരണശേഷം ഒരു ജീവിതമില്ലെങ്കിൽ ഈ ജീവിതത്തിനൊരു അർത്ഥമില്ലല്ലോ എന്നാണ് മുസ്ലിമാകുന്നതിന് മുമ്പ് എൻ്റെ ചിന്തയുണ്ടായിരുന്നത്. ഒരാൾ മരിച്ചു, എല്ലാം തീർന്നു, പിന്നെ ജീവിതത്തിന് അർത്ഥമുണ്ടോ? എന്തർത്ഥ? പശുക്കൾ ജീവിക്കുന്നുണ്ട്, അവർ ജീവിച്ചു കഴിഞ്ഞു പോയി, പിന്നെ അവർക്ക് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അതുപോലെ ആവും നമ്മൾ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, മരണശേഷം ഒരു ജീവിതമില്ലെങ്കിൽ, അനന്തര ലോകമില്ലെങ്കിൽ പിന്നെ ഈ ജീവിതത്തിൽ എന്തർത്ഥമുള്ളത്? അപ്പോൾ ഞാനിവിടെ നന്മ ചെയ്തിട്ടും കാര്യമില്ല, തെറ്റ് ചെയ്തിട്ടും കാര്യം, ഇതൊക്കെ വേസ്റ്റ് അല്ലേ? അങ്ങനൊരു ചിന്ത എനിക്ക് വന്നു. അങ്ങനെ ഞാൻ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഇസ്ലാമിൽ ഒരുപാട് പ്രഭാഷകന്മാരുടെ വാല് കേൾക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, മുസ്ലിം ഇസ്ലാം മതത്തിൽ മരണശേഷവും ഒരു ജീവിതമുണ്ട് എന്ന് മാത്രമല്ല, ഇവിടെ നന്മ ചെയ്ത ആളുകൾക്ക് അവിടെ അനന്തമായി അനശ്വരമായി നീണ്ടു കിടക്കുന്ന സ്വർഗീയ സുഖങ്ങളുണ്ട്. അപ്പം എനിക്ക് മുസ്ലിം ആവണമെന്ന് തോന്നി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള കാരണം മരണശേഷം ഒരു ജീവിതമുണ്ട് എന്ന് ഇസ്ലാം പറഞ്ഞതാണ്. വേറെ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള കാരണം അയാൾ പറഞ്ഞു, ജുമുഅ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തു പോകുമ്പോ മുസ്ലിമീങ്ങളുടെ മുഖത്തുണ്ടാകുന്ന ഒരു പ്രകാശം, അതാണ് എന്നെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത്. കേട്ടങ്ങള്, നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല, നമ്മൾക്കത് അറിഞ്ഞിട്ടുമില്ല. സിനിമാ തിയേറ്ററിൽ നിന്ന് ആളുകൾ പുറത്തു വരുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു കരിവാളിച്ച, അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു ഇരുട്, ഒരു പ്രകാശമില്ലായ്മ. എന്നാൽ എത്രയോ വെള്ളിയാഴ്ചകളിൽ മുസ്ലിമീങ്ങളുടെ പള്ളിയുടെ പുറത്തു നിന്ന് ഞാൻ വീക്ഷിക്കാറുണ്ട്. ജുമുഅ കഴിഞ്ഞ് സലാം വീട്ടിയ ഉടനെ ഓടുന്ന ആളാണെങ്കിലും ശരി, അയാളുടെ മുഖത്തും ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശം എന്തോ ഒരു മഹത്വം ഈ നിസ്കാരത്തിനുണ്ട് എന്ന് മനസ്സിലാക്കിയതാണ് ഇസ്ലാമിലേക്ക് ഞാൻ കടന്നു വരാനുള്ള കാരണമെന്ന് വേറൊരു സഹോദരൻ. നമ്മൾക്ക് ഇസ്ലാമിന്റെ മഹത്വം മനസ്സിലായിട്ടില്ല, നമ്മൾ ജന്മന മുസ്ലിമീങ്ങളാണ്. അതുകൊണ്ട് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞവർ, അഥവാ മുസ്ലിമീങ്ങളായവർ. മുസ്ലിമായ മാത്രം മതിയോ? പോരാ. തുമ്മസ്തഖാമു, പിന്നെ അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കുന്ന ആളുകൾ. ഹറാമ് ചെയ്യാതെ ജീവിക്കുക, ഹറാമിൽ നിന്ന് ശരീരത്തെ നിയന്ത്രിക്കുന്നവർ. ആരാണ് ബുദ്ധിമാൻ, ആരാണ് ബുദ്ധിയില്ലാത്തവൻ? അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ഐക്യു ടെസ്റ്റ് നടക്കും. ഐക്യു ടെസ്റ്റ് നടന്നിട്ട് ഒരാളുടെ ഐക്യു പിന്നെ കപ്പാസിറ്റി ഇത്ര എന്നൊക്കെ പറയും. അതൊന്നുമല്ല ബുദ്ധിയുടെ ലക്ഷണം, അതല്ല. അതാണോ ബുദ്ധി? അതൊന്നുമല്ല. ബുദ്ധിമാൻ വിഡ്ഢി എന്നൊക്കെ ആരെ പറയാ? അവർക്കുള്ള വ്യക്തമായ ഡെഫിനിഷൻ പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അൽ കയ്യിസു, ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ നോക്കണേ, നമുക്കൊക്കെ ബുദ്ധി ഉണ്ടോ ഇല്ലേ എന്ന് നോക്കാനുള്ളൊരു ഉടുപ്പ വഴിയാണ്. എന്താണ് ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ? മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. മരണശേഷമുള്ള ലോകത്തെക്കുറിച്ച് ചിന്തിക്കുകയും ഖബറിൽ എങ്ങനെ രക്ഷപ്പെടാമെന്ന് ആലോചിക്കുകയും ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ. ബുദ്ധിയുള്ളത് കൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അൽ കയ്യിസു, ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. സ്വന്തം ശരീരത്തെ തിന്മകളിലേക്ക് പോവാതെ, അരുതായ്മകളിലേക്ക് പോവാതെ, ഹറാമ് കാണുമ്പോ ഹറാമിൽ നിന്ന് കണ്ണിനെ നിയന്ത്രിക്കുന്നവർ, ഹറാമ് ചെയ്യാൻ അവസരം ലഭിക്കുമ്പോ ഹറാമ് ചെയ്യാതെ കൈകളെ നിയന്ത്രിക്കുന്നവർ. എന്നിട്ട് അവർ ആലോചിക്കുന്നത് എന്താ? വഅമില ലിമാ ബഅദൽ മൗത്ത്, നാളെ ഖബറിൽ ഞാൻ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിക്കുന്നവർ, അവരാണ് ബുദ്ധിമാൻ. വിഡ്ഢികളാരാ? വൽ ആജിസു മൻ നത്ബഅ നഫ്സഹു ഹവാഹാ, സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തവരാണ്. ഒരു പെണ്ണ് കടന്നു പോവാണ്, പെണ്ണിന്റെ സൗന്ദര്യം കണ്ടപ്പോ പെണ്ണിനോട് താല്പര്യം തോന്നി, പെണ്ണിന്റെ പിന്നാലെ കടന്നുപോയി പെണ്ണിന് നമ്പറുകൾ കൈമാറുന്നവൻ വിഡ്ഢിയാണ്. നമ്പറൊന്നും കൈമാറണ്ട,
നമ്പറൊന്നും കൈമാറണ്ട. അപ്പൊ പെണ്ണുങ്ങൾക്ക് മനസ്സിലായില്ല, നിങ്ങൾക്ക് നമ്പർ തരുന്ന ആളുണ്ടല്ലോ അവൻ വിഡ്ഢിയാണ്. എന്തിനാണ് ആ വിഡ്ഢി നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അല്ലേ? ആലോചിച്ചു, പെണ്ണുങ്ങൾ ആലോചിക്കുക. സ്കൂളിലും ക്യാമ്പസിലും കല്യാണ മണ്ഡപങ്ങളിലും വാദിൻ്റെ സദസ്സിലൊരു നമ്പർ തരാൻ ആളുണ്ടാവും. അങ്ങനെയുണ്ട്, വാദിൻ്റെ സദസ്സിലൊരു നമ്പർ കൊടുക്കാറുണ്ടെന്നാണ്. തമാശയല്ല. അപ്പം അങ്ങനെ തരുമ്പോൾ ഉടനെ ആലോചിക്കുക, ഇയാൾ വിഡ്ഢിയാണ്, ഇയാളെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞത് ബുദ്ധിയില്ലാത്തവനെന്ന്. പിന്നെന്തിന് ഇയാളെ നമ്പർ ഞാൻ വാങ്ങുന്നത്? അത് വാങ്ങുക, വേഗം കുറിച്ചാടുക. വാങ്ങണ്ടേ വേണ്ട, വാങ്ങാനല്ല, വാങ്ങേ വേണ്ട, വാങ്ങാതെ തന്നെ ബുദ്ധിയില്ലാത്ത ആളാണെന്ന് പറഞ്ഞ് മെയിൻ ചെയ്യാതിരിക്കുക. അതാണ് നല്ലത്. അതാണ് ബുദ്ധിമാന്റെ ലക്ഷണം. അതാണ് വിഡ്ഢി എന്ന് പറഞ്ഞാൽ ആരാ? മന്നത്ബഅ നഫ്സഹു ഹവാഹാ വഖുലിഖൽ ഇൻസാനു ളഈഫാ. മനുഷ്യന്മാർ വളരെ ബലഹീനരായി സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിന് മഹാനായ സുഫിയാനു തൗരി റളിയല്ലാഹു അൻഹു തഫ്സീർ നൽകിയത്, വ്യാഖ്യാനം നൽകിയത് ആരാണ്? ളഈഫീങ്ങളായ ബലഹീനരായ ആളുകൾ ആരാണെന്നറിയോ? ഒരു പെണ്ണിനെ കാണുമ്പോൾ കണ്ണ് നിയന്ത്രിക്കാൻ പറ്റാത്തവൻ ളഈഫാണ്, അവൻ ബലഹീനനാണ്, അവന്റെ ഈമാൻ വളരെ ശുഷ്കിച്ച ഈമാനാ. പെണ്ണിനെ കാണുമ്പോ കണ്ണ് നിയന്ത്രിക്കാൻ പറ്റാത്ത ആളുകളൊക്കെ ലൈഫാണ്. അവൻ ഏത് ജിംനേഷ്യത്തിൽ ചെന്നിട്ട് 6 പാക്ക് ഉണ്ടാക്കിയാലും ശരി, പിക്കപ്സ് ഉണ്ടാക്കിയാലും ശരി, അയാള് പിന്നെ ബോഡി ബിൽഡർ ആയാലും ശരി, പെണ്ണിനെ കാണുമ്പോൾ നിന്റെ കണ്ണ് നിയന്ത്രിക്കാൻ പറ്റുന്നോ? നീ ലൈഫാണ്, നിന്നൊരു ചുക്കിനും പറ്റൂല. കണ്ണ് നിയന്ത്രിക്കാൻ പറ്റാത്ത നിനക്ക് നിന്റെ ശരീരം നിയന്ത്രിക്കാൻ പറ്റൂല. അപ്പൊ വിഡ്ഢിയാരാ? മന്നത്ബഅ നഫ്സഹു ഹവാഹാ വതമന്നാ അലല്ലാഹിൽ അമാനി. ശരീരം പറയുന്നതൊക്കെ കേൾക്കുക. ശരീരം എന്താ പറയുന്നത്? ഇങ്ങനെ സ്ഥാപനമുണ്ട് ഇവിടെ, ഒരു 10,000 കൊടുക്കണമോ എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ ശരീരം അത് വേണ്ട കേട്ടോ, മകന്റെ ഫീസ് കൊടുക്കാനില്ലേ, ബസ്സിന്റെ ഫീസ് കൊടുക്കാനുണ്ട്, റൂമിന്റെ വാടക വരെ കെട്ടിയിട്ടില്ല, അപ്പൊ ഇപ്പൊ ഏതായാലും വേണ്ട, ഇപ്പൊ നോട്ടിന്റെ പ്രതിസന്ധിയൊക്കെ അല്ലേ, ഇതൊക്കെ റബ്ബിനറിയാലോ, അതുകൊണ്ട് ഇപ്പൊ വേണ്ട, അതവിടെ മാറ്റി വെച്ചേക്ക്, നമുക്ക് പിന്നെ കൊടുക്കാം. അത് അവൻ വിഡ്ഢിയാണ്. അവന്റെ മനസ്സിന് താല്പര്യമുണ്ടായി, പക്ഷേ അവന്റെ ശരീരം അനുവദിച്ചില്ല. 70ഓളം പിശാചുക്കൾ സ്വതക്ക നൽകുന്ന സമയത്ത് ഒരാളെ സ്വതക്ക നൽകാതിരിക്കാൻ പ്രേരിപ്പിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം അതിനെ തടയാൻ 70 പിശാചൊന്നുമില്ല. സക്കാത്ത്, ഹജ്ജ് ഇതിനെ തടയാനൊന്നും 70 പിശാച്ചില്ല. പക്ഷെ സ്വതക്ക നൽകുന്നത് തടയാൻ 70 പിശാച്ചുക്കൾ കൂട്ടമായി മത്സരിക്കും. അതെന്തെന്നറിയോ? സ്വതക്കയ്ക്ക് അത്ര സ്ഥാനമുണ്ടെന്നാണ്, സ്വതക്കയ്ക്ക് അത്ര മഹത്വമുണ്ടെന്നാണ്. അതന്നെ ഏറ്റവും മഹത്വമുള്ള ഒരു അമലാണ് സ്വതക്ക. അതുകൊണ്ടാണല്ലോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت. فيقول رب لولا أخرتني إلى أجل قريب فأصدق. റൂഹ് പിടിക്കാൻ വേണ്ടി മാലാക്കമാർ കാലു മുതൽ ഇങ്ങനെ തുടങ്ങുകയാണ്. അവസാനം റൂഹ് തൊണ്ടക്കുടിയിലേക്ക് എത്തുമ്പോഴാണ് കല്ലാ കല്ലാ ഇദാ ബലഗതിത് തറാഖി വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് والتفت الساق بالساق إلى ربك يومئذ المساق فلا صدق ولا صلى ولكن كذب وتولى ثم ذهب إلى أهله يتمطى. എല്ലാവരും ഒരുപാട് വാല കേട്ടിട്ട് സുഖിച്ചുകൊണ്ട് വീണ്ടും ആഡംബരങ്ങളുടെ പിന്നാലെ കുടുംബസമേതം ജീവിച്ചില്ലേ. എന്നാൽ മരണസമയത്ത് പറയുന്നത് എന്തെന്നറിയോ? കല്ലാ ഇദാ ബലഗതിത് തറാഖി വഖീല മൻ റാഖ്
അല്ലാഹുവേ, ഒന്ന് മന്ത്രിച്ചൂതിത്തരാൻ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ? കൈകാലുകൾ ഇട്ടടിച്ച് വേദന സഹിക്കാൻ കഴിയാതെ അസഹനീയമായ വേദന കൊണ്ട് കൈകാലിട്ടടിക്കുമ്പോഴാണ് ഞാൻ അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള സമയമായി എന്നറിയുമ്പോ ഒരാൾ പറയുന്ന വാക്കെന്തറിയോ? റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. അല്ലാഹുവേ, ഒരു വർഷം ആയുസ് തരുമോ? 60 ആയിട്ടുള്ളൂ. എന്റെ അയൽവാസി 61 വർഷം ജീവിച്ചിട്ടുണ്ട്. ഒരു വർഷം നീട്ടിത്തരുമോ? ഇല്ല. പോട്ടെ, ഒരു മാസം തരുമോ? ഒരു മാസം തരുമോ? അല്ലാ, ഇല്ല, ഒരു മാസം തരൂല. ഒരാഴ്ച തരുമോ? ഒരാഴ്ചയും തരൂല. എന്നാൽ പോട്ടെ, ഒരു ദിവസം തരുമോ? ഇല്ല, ഒരു ദിവസം പോലും തരാൻ പറ്റൂല. വേണ്ട റബ്ബേ, വേണ്ട. ഒരു മണിക്കൂറൊന്ന് നീട്ടിത്തരുമോ? ഒരു മണിക്കൂർ മതിയല്ല. എന്റെ ഗൾഫിലുള്ള മക്കൾക്കൊന്ന് വിളിച്ചു പറയട്ടെ, എന്റെ ഇന്നാലിന്ന സമ്പാദ്യം സ്വതക്ക നൽകാൻ ഒരു മണിക്കൂർ തരുമോ? ഇല്ല. എന്നാൽ അതും വേണ്ട റബ്ബേ, ഒരു മിനിറ്റ് തരുമോ? ഒരു മിനിറ്റും തരൂല. എന്നാൽ അതും വേണ്ട റബ്ബേ, ഒരു സെക്കൻഡ് തരുമോ? എന്തിനാണ് ഈ ചോദിക്കുന്നതെന്നറിയോ? ഞാൻ സ്വതക്ക കൊടുക്കാമല്ല, നിസ്കരിക്കാമെന്നല്ല, സകാത്ത് കൊടുക്കാമെന്നല്ല, ഹജ്ജ് ചെയ്യാമെന്നല്ല, നോമ്പ് നോക്കാമെന്നല്ല. ഞാൻ സ്വതക്ക കൊടുക്കാമല്ല. സ്വതക്ക കൊടുക്കാൻ വേണ്ടി ഒരു സെക്കൻഡ് മാറ്റിത്തരുമോ? ആ സമയത്ത് അല്ലാഹു നീട്ടിത്തരൂല. എന്നാൽ ഇപ്പോൾ ഇഷ്ടം പോലെ സമയമുണ്ട് സ്വതക്ക കൊടുക്കാൻ. മണിക്കൂറല്ല, ഒരുപാട് വർഷം നമ്മുടെ മുന്നിലുണ്ട്, ഒരുപാട് ദിവസങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, ഒരുപാട് മണിക്കൂറുകൾ നമ്മുടെ മുന്നിലുണ്ട്. ആ ഖേദിച്ചാൽ ഉപകാരമില്ലാത്ത, ദുഃഖിച്ചാൽ ഉപകാരമില്ലാത്ത ഈമാൻ വല്ല മുഅ്മിനായ മുമ്പ് സദഖ നൽകിയ ആളുകൾക്കല്ലാതെ വേറെ ഒരാൾക്കും ഉപകാരമില്ലാത്ത ആ ദിവസമുണ്ടല്ലോ. ആ ദിവസത്തെ ദുഃഖമില്ലാതിരിക്കാൻ ആണ് നമ്മൾ പറയുന്നത് സദഖ നൽകണേ. സദഖ നൽകുമ്പോഴാണ് പിശാച് തടയുന്നത്. ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് നല്ല രീതിയിൽ ജീവിച്ചാൽ മുസ്ലിമാണ്, മുസ്ലിം, നാമമാത്രം മുസ്ലിമാണ്, മുസ്ലിം എന്ന് പറയാൻ ഓക്കെ, നമ്മളൊക്കെ റെഡി. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ചെറുപ്പക്കാരാ, നമ്മളെ കാണുമ്പോൾ വേറൊരാൾക്ക് മുസ്ലിമാണെന്ന് തോന്നുന്നു? മുസ്ലിമാണ്, പേരെന്ത്? ഷാഹുൽ ഹമീദ്, മുഈനുദ്ദീൻ അൽ ചിശ്തി. ഇതൊക്കെ എത്ര നല്ല പേരാ. മുഹമ്മദ്, പേര് കുഴപ്പമില്ല, മാഷാ അല്ലാഹ്. നിന്റെ വേഷവിധാനം കാണുമ്പോ നീ ഒരു മുസ്ലിമാണെന്ന് തോന്നണ്ടേ? വേണ്ടേ? നിന്റെ സ്വഭാവം കാണുമ്പോ നീ ഒരു മുസ്ലിമാണെന്ന് തോന്നണ്ടേ? നിന്റെ ഡ്രസ് കോഡ് കാണുമ്പോ നീ ഒരു മുസ്ലിമാണെന്ന് തോന്നണ്ടേ? നിന്റെ ഹെയർ സ്റ്റൈല് കാണുമ്പോൾ എന്റെ പൊന്നു ചെറുപ്പക്കാരാ നീ ഒരു മുസ്ലിമാണെന്ന് തോന്നണ്ടേ? നിന്റെ ഹെയർ സ്റ്റൈലും നിന്റെ ഡ്രസ് കോഡും നിന്റെ വേഷവിധാനങ്ങളും നിന്റെ സംസ്കാരവും 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ എന്റെ പരിശുദ്ധ റസൂലുള്ളാഹ് ഒന്ന് കണ്ടാൽ ഹബീബിന് ഇത് സഹിക്കാൻ പറ്റോ? നമ്മളെ ഓർത്തിട്ടല്ലേ ഹബീബ് കരഞ്ഞു പോയത്? മരണസമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ തല വെച്ചുകൊണ്ട് കരഞ്ഞില്ലേ? ഇന്നലിൽ മൗതി ലസകറാത്ത്. ആയിഷ, മരണത്തിന് വല്ലാതെ വേദനയുണ്ട് ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ. അവിടെ നിന്നും പറഞ്ഞ വാക്കുകൾ എന്താ? അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുവേ എന്റെ ഉമ്മത്തിനെ നീ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. ഏത് സമയത്താണ് ഈ പറയുന്നത്? ലോകത്തോട് വിട പറയുന്ന സമയമല്ലേ അത്? മദീനയാകെ ദുഃഖമുഖരിതമായ സമയമല്ലേ അത്? മദീനയാകെ ഇരുട് പൊഴിച്ച സമയമല്ലേ അത്? നബി തങ്ങളുടെ കുടുംബങ്ങളെല്ലാം ദുഃഖം കൊണ്ട് കരയുന്ന സമയമല്ലേ അത്? നബി തങ്ങളുടെ ശരീരത്തിൽ നിന്ന് റൂഹ് വേർപിരിയുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ നബി തങ്ങൾ ഇങ്ങനെ വെള്ളത്തിൽ കൈമുക്കി മുഖമാകെ തടവുന്നുണ്ട്. തണുത്ത വെള്ളത്തിൽ കൈമുക്കി മുഖമാകെ തടവുന്നുണ്ട്. ആ വേദന സഹിക്കാൻ കഴിയാത്ത സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന വാക്കെന്താ? ഉമ്മത്തി,
ഉമ്മത്തി, അല്ലാഹുവേ എന്റെ ഉമ്മത്തിന്റെ കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ടാക്കല്ലേ അല്ലാ. മരണസമയത്ത് ഉപ്പമാര് പോലും നമ്മളെ ഓർക്കൂല, ഉമ്മമാര് പോലും നമ്മളെ ഓർക്കൂല, നമ്മുടെ ചങ്ങാതിമാര് നമ്മെ ഓർക്കൂല. എന്നാൽ കരളിന്റെ കഷ്ണമായ പരിശുദ്ധ റസൂലുള്ളാഹ്, ആ ഹബീബ് നമ്മെ ഓർത്ത് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയ പരിശുദ്ധ റസൂലുള്ളാഹ്, നമ്മുടെ വേഷം കണ്ടാൽ ഹബീബിന് വിഷമമുണ്ടാവൂലേ? നമ്മുടെ ഡ്രസ് കോഡ് കണ്ടാൽ വിഷമമുണ്ടാവൂലേ? നമ്മുടെ ഹെയർ സ്റ്റൈൽ കണ്ടാൽ വിഷമമുണ്ടാവൂലേ? താടിയുണ്ട്, ഹബീബിനോടുള്ള പ്രേമത്തിന്റെ താടിയാണോ ഇത്? മുടിയുണ്ട്, ഹബീബിനോടുള്ള പ്രേമത്തിന്റെ മുടിയാണോ അത്? നമ്മുടെ നിര്യാണിക്ക് മുകളിൽ ഫാൻസ് ഉണ്ടല്ലോ, അത് ഹബീബിനോടുള്ള സ്നേഹത്തിന്റെ ആ ഡ്രസ്സിംഗ് ആണോ? ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്? അതുകൊണ്ട് കണ്ട ആളുകളെ ഇമിറ്റേറ്റ് ചെയ്യാതെ, കണ്ട ആളുകളെ നെഞ്ചിൽ കുത്തിവെച്ച് നടക്കാതെ, കളിക്കാരെയോ സിനിമാ നടന്മാരെയോ മനസ്സിലേക്ക് കൊണ്ടുവരാതെ, എന്റെ റോൾ മോഡൽ എന്റെ പരിശുദ്ധ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 10:25 5 മിനിറ്റ് ഉണ്ട്. തരാമോ? നിർത്തിക്കോട്ടെ. എത്ര പറയണോ? അരമണിക്കൂർ. എനിക്ക് പറയാൻ ഇഷ്ടമില്ല, പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാം. ഇൻഷാ അല്ലാഹ് ഒരു 11 മണി വരെ പറയാം ഇൻഷാ അല്ലാഹ്. നമ്മൾ വാക്ക് ഞാൻ നിർത്താം. ഞാൻ പറഞ്ഞല്ലോ, വാക്കും സമയമൊക്കെ നമ്മൾ പാലിക്കേണ്ട ആളാണ്. അപ്പോൾ അത്രയ്ക്ക് നിർത്തേണ്ട ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറും കൂടി നിർത്താൻ. വിഷമുള്ള ആളുകൾക്ക് പോവുക, തിരക്കുള്ള ആളുകൾക്ക് പോയാൽ യാതൊരു കുഴപ്പമില്ല ഇൻഷാ അല്ലാഹ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, മടങ്ങുവീൻ, ദീനിലേക്ക് മടങ്ങുവീൻ. അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്. എന്റെ പൊന്നു ചെറുപ്പക്കാരാ, അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള സമയമായിട്ടില്ലേ? ആരെയാണ് കാത്തിരിക്കുന്നത്? ദജ്ജാൽ കടന്നു വരാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണോ? മഹാനായ മഹ്ദി ഇമാം ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആലിമീങ്ങൾ നമ്മുടെ ഈ കേരളത്തിലുണ്ട്. മഹ്ദി ഇമാം എന്നവര് അന്ത്യനാളിന്റെ അവസാനത്തെ സൂചനയായി, ലോകത്തിന്റെ അവസാന സൂചനയായി മഹദി ഇമാം ലോകത്തേക്ക് കടന്നു വരുമെന്നല്ലേ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്? ആ മഹദി ഇമാം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആലിമീങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. മഹദി ഇമാമിനറിയില്ല ഞാൻ മഹദിയാണെന്ന്. ഏതുവരെ അറിയൂല? 40 വയസ്സ് വരെ മഹദി ഇമാമിനും അറിയൂല ഞാൻ മഹദിയാണെന്ന്. ഒരു രാത്രിയിലാണ് അള്ളാഹു പറഞ്ഞു കൊടുക്കുക, മഹദി ഇമാമിനോട് പറഞ്ഞു കൊടുക്കും, നീയാണ് മഹദി, നീയാണ് ഇനി ലോകം ഭരിക്കേണ്ടത്, നിന്റെ കൈകളിലാണ് ലോകത്തിന്റെ ചെങ്കോല് എന്ന് പറഞ്ഞ് മഹദി ഇമാമിനെ അള്ളാഹു ലോകം നിയന്ത്രിക്കുന്ന ഒരു ഭരണാധികാരിയാക്കി മാറ്റുന്നത് ഒരൊറ്റ ഒരു രാത്രി കൊണ്ടാണ്. അന്നാണ് മഹദി ഇമാമിന് ഞാൻ മഹദി എന്നറിയുന്നത്. മഹദി ഇമാമിന്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും അറിയുന്നത് എന്റെ മോനാണ് മഹദി എന്ന് അതുവരെ അറിയൂല. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, ഞാൻ പറയുന്നത് എന്തെന്നറിയോ? അന്ത്യനാൾ അടുത്തിരിക്കുകയാണ്. ഈ സമയത്താണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ബാദിറൂ ബിൽ അമാൽ. ആരെയും കാത്തു നിൽക്കല്ല, ആരെയും നിങ്ങൾ വെയിറ്റ് ചെയ്യല്ല. 2018 വരട്ടെ, ഞാൻ നന്നാവാമെന്ന് വേണ്ട. ഞാൻ കല്യാണം കഴിക്കട്ടെ എന്നിട്ട് നന്നാവാമെന്ന് വേണ്ട. ഹജ്ജ് ചെയ്യട്ടെ എന്നിട്ട് നന്നാവാമെന്ന് വേണ്ട. ഇന്ന് നാളെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നാളെ മുതൽ ഒരു മാറ്റം എനിക്കുണ്ടാവണം, നാളെ മുതൽ ഒരു ചേഞ്ച് എനിക്കുണ്ടാവണം. ഇന്ന് വരെ ഖുർആൻ ഓതാത്ത ഞാൻ നാളെ മുതൽ ഖുർആൻ ഓതാൻ തുടങ്ങണം. ഇന്ന് വരെ ഒരു 100 സ്വലാത്ത് ചൊല്ലാത്ത ഞാൻ നാളെ മുതൽ ഒരു 100 സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങണം. ഇസ്തിഗ്ഫാർ ഒരു 100 ചൊല്ലാൻ തുടങ്ങണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കണ്ട പെണ്ണിനോട് ചാറ്റ് ചെയ്യുന്ന ചെറുപ്പക്കാരാ, കണ്ട ആൺകുട്ടികളോട് ചാറ്റ് ചെയ്യുന്ന പെൺകുട്ടികളെ, ബോധമുണ്ടാവാനുള്ള സമയമായിട്ടില്ലേ? ആരെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? ദജ്ജാൽ കടന്നു വരാനാണോ? ദജ്ജാൽ വരാനുള്ള ഏറ്റവും വലിയ ലക്ഷണം അവിടെ തയ്യാറായിട്ടുണ്ട്. എവിടെയാണ് തയ്യാറായിട്ടുള്ളത്? വ്യഭിചാരം അധികരിച്ചാൽ ദജ്ജാൽ കടന്നു വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എവിടെയാണ് വ്യഭിചാരമില്ലാത്തത്? പരസ്യമായിട്ടല്ലേ വ്യഭിചാരം നടക്കുന്നത്? പരസ്യമായിട്ടല്ലേ പീഡനങ്ങൾ നടക്കുന്നത്? 2017 തുടക്കത്തില് പുതുവത്സരം ആഘോഷിച്ചിട്ട് നമ്മുടെ പെൺകുട്ടികളെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ രാത്രി 2:30 പാവപ്പെട്ട ഒരു പെണ്ണിനെ ബൈക്കിലൂടെ കടന്നു വന്ന 2 ചെറുപ്പക്കാർ പീഡിപ്പിക്കുന്നത് പരസ്യമായി
വ്യഭിചാരമായ വ്യഭിചാരമല്ലേ അത് പീഡിപ്പിച്ചു എന്ന് മാത്രമല്ല, ഏതോ ഒരു വീടിന്റെ CC ക്യാമറയിൽ ആ വീഡിയോ പകർത്തിയപ്പോ എന്തിനാണ് ആ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചത്? എന്തിനാ? ഇതല്ലേ തിന്മകൾ വ്യാപിക്കുക എന്ന് പറഞ്ഞാൽ ഇതല്ലേ? ആ വീഡിയോ പ്രചരിപ്പിക്കാൻ പാടുണ്ടോ? ഏത് വീട്ടുകാരാവട്ടെ, ഏത് പോലീസുകാരാവട്ടെ, ഇങ്ങനെയുള്ള വ്യഭിചാരത്തിന്റെ വീഡിയോകൾ, പീഡനങ്ങളുടെ വീഡിയോകൾ, തോന്നിവാസങ്ങളുടെ വീഡിയോകൾ ഫേസ്ബുക്കിലൂടെയോ വാട്സപ്പിലൂടെയോ പ്രചരിപ്പിക്കാൻ പാടുണ്ടോ? ഇങ്ങനെ വ്യഭിചാരങ്ങൾ പരസ്യമായി വ്യാപിക്കാൻ തുടങ്ങിയാൽ, അരുതായ്മകൾ പ്രചരിക്കാൻ തുടങ്ങിയാൽ ദജ്ജാൽ കടന്നു വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ വാണിംഗ് ആണിത്. പെൺകുട്ടികളെ, വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ആകെ ശാരീരിക ബന്ധം മാത്രമല്ല. കണ്ണുകൊണ്ടൊരു അന്യ പുരുഷനെ നോക്കുന്നത് വ്യഭിചാരമല്ലേ? കണ്ണുകൊണ്ടൊരു പെണ്ണിനെ നോക്കുന്നത് വ്യഭിചാരമല്ലേ? കൈകൊണ്ടൊരു പെണ്ണിന് ഷോൾഡറിൽ കൈവെക്കുന്നത് വ്യഭിചാരമല്ലേ? ന്യൂ ഇയർ കടന്നു വരുമ്പോ, ക്രിസ്മസ് കടന്നു വരുമ്പോ തന്റെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികളുടെ ഷോൾഡറിൽ കൈവച്ചുകൊണ്ട് സെൽഫി സ്റ്റിക്ക് ഉപയോഗിച്ച് സെൽഫി എടുക്കുന്നത് വ്യഭിചാരമല്ലേ? ഇതിനേക്കാളും വലിയ വ്യഭിചാരം വേറെയുണ്ടോ? താനും തന്റെ കാമുകിയുമായി ക്യാമ്പസിന്റെയും കലാലയങ്ങളുടെയും ഏതെങ്കിലും മരത്തിന്റെ ചുവട്ടിലിരുന്നിട്ട് സല്ലപിക്കുന്നത്, അവിടെ ഇരുന്നിട്ട് കുറുകുന്നത് വ്യഭിചാരമല്ലേ? ഇങ്ങനെ വ്യഭിചാരം അധികരിപ്പിച്ചാൽ ദജ്ജാലിന്റെ ആഗമനം നിങ്ങളിലേക്കുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വ്യക്തമായ സ്പഷ്ടമായ നമ്മുടെ കണ്ണുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്ന വളരെ വലിയൊരു ഉദാഹരണം അങ്ങ് മദീനയിലുണ്ട്. അങ്ങ് മദീനയിൽ അത് തയ്യാറായിട്ടുണ്ട്. എന്താണ് ആ ലക്ഷണം എന്നറിയോ? 1400 വർഷങ്ങൾക്ക് മുമ്പ്, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഓലമേഞ്ഞ പള്ളിയിൽ നിന്ന്, ഈന്തപ്പനയുടെ മട്ടലുകൾ കൊണ്ടുണ്ടാക്കിയ പള്ളിയിൽ നിന്ന്, കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ബിൽഡിംഗ് ഇല്ലാത്ത, വലിയ വലിയ ബിൽഡിങ്ങുകളില്ലാത്ത, വലിയ വലിയ നിലകളില്ലാത്ത ചെറിയ ഓലമേഞ്ഞ വീട്ടിൽ നിന്ന് മഴ വന്നാൽ ആ വെള്ളം താഴേക്ക് ചോരുമായിരുന്നു. വെയിൽ വന്നാൽ വെയിൽ അകത്തേക്ക് കിടക്കുമായിരുന്നു. 2 പേർക്ക് പോലും മര്യാദയ്ക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത ആ മുറിയിൽ നിന്നുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹുവിന്റെ ഹബീബ് എന്തെങ്കിലും ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഹദീസ് നമ്മൾ കണ്ടാൽ നബി തങ്ങൾ സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് പറഞ്ഞതല്ല, അല്ലാഹു പറയാൻ പറഞ്ഞതാണ്. അല്ലാഹു സമൂഹത്തെ അറിയിക്കാൻ പറഞ്ഞു കൊടുത്ത വിഷയങ്ങളാണ്. ആ ഹബീബാണ് പറഞ്ഞത്, ദജ്ജാൽ ഭൂമിയിലേക്ക് കടന്നു വന്നാൽ ഉഹുദ് മലയുടെ മുകളിൽ കയറിയിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ മദീന പള്ളിയുണ്ടല്ലോ, മസ്ജിദുൻ നസ്സിസ അല തഖ്വാ, മസ്ജിദുൻ നബവി ഉണ്ടല്ലോ, ആ മസ്ജിദുൻ നബവി ഉഹുദ് മലയുടെ മുകളിൽ കയറിക്കൊണ്ട് ദജ്ജാൽ പറയുമത്രേ, ഈ വെള്ളക്കൊട്ടാരമുണ്ടല്ലോ ഇത് മുഹമ്മദിന്റെ കൊട്ടാരമാ, ഈ വെള്ളക്കൊട്ടാരമുണ്ടല്ലോ ഇത് മുഹമ്മദിന്റെ കൊട്ടാരമാ എന്ന് ദജ്ജാൽ പറയുമെന്ന് ഓലമേഞ്ഞ വീടിൽ നിന്നാണ് നബി തങ്ങൾ പറയുന്നതെങ്കിൽ, 14 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്ത് വരുമ്പോ അതാ വെള്ളക്കൊട്ടാരം തയ്യാറായിരിക്കുകയാണ്. യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാ മതി, ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാ മതി, അല്ലെങ്കിൽ കഴിയുന്നവർ ഇന്ന് മദീനയിലേക്ക് പോയാ മതി. അവിടെയുണ്ട് എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞ ഒരു വെള്ളക്കൊട്ടാരം. എന്താണത് പറഞ്ഞു തരുന്നത്? ദജ്ജാലിന്റെ ആഗമനം അടുത്തു എന്നാണ്. ഇപ്പോഴാണ് ദജ്ജാൽ ഉഹുദ് മലയുടെ മുകളിൽ കയറുന്നത്. എന്നിട്ടാണ് ദജ്ജാൽ പറയുന്നത്, ആ കിടക്കുന്നത് മുഹമ്മദിന്റെ വെള്ളക്കൊട്ടാരമാണ്, അവിടേക്ക് കയറാൻ എനിക്ക് അനുവാദമില്ല. അതുകൊണ്ട് ഖിയാമത്ത് നാൾ അടുത്തിരിക്കുകയാണ്, അന്ത്യനാൾ അടുത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലത്ത് തന്നെ ഖിയാമത്ത് നാളിന്റെ ഏറ്റവും വലിയ ലക്ഷണം ഇവിടെ നടന്നിട്ടില്ലേ? അന്ത്യനാൾ അടുത്തിരിക്കുന്നു, ഖിയാമത്ത് നാൾ അടുത്തിരിക്കുന്നു. അന്ത്യനാൾ എപ്പോഴാണെന്ന കാര്യത്തിൽ ആർക്കും, അന്ത്യനാൾ എപ്പോഴാണെന്ന കാര്യത്തിലല്ലേ ചർച്ചയുള്ളത്? അന്ത്യനാൾ നടക്കുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ ആർക്കും ഇവിടെ ചർച്ചയില്ല. മുസ്ലിമീങ്ങളും പറയുന്നു നടക്കുമെന്ന്, ഹൈന്ദവരും പറയുന്നു നടക്കുമെന്ന്, ക്രൈസ്തവരും പറയുന്നു നടക്കുമെന്ന്, ജൂതന്മാരും പറയുന്നു നടക്കുമെന്ന്, ശാസ്ത്രജ്ഞന്മാരും പറയുന്നു ഒരു ലോകത്തിന്റെ അവസാനമുണ്ടെന്ന്. ഒരു ബിഗ് ബാനിലൂടെ, ഒരു ബംബാർഡ്മെന്റ്, ഒരു പൊട്ടിത്തെറി, ഒരു തകർച്ച, അങ്ങനെ വലിയൊരു പൊട്ടിത്തെറിയിലൂടെ ലോകം അസ്തമിക്കുമെന്ന് സ്റ്റീഫൻ ഹോക്കിംഗ് ഒക്കെ പറയുമ്പോ, അന്ത്യനാളിന്റെ സംഭവത്തില് അന്ത്യനാൾ സംഭവിക്കുമെന്ന വിഷയത്തിൽ ഒരാൾക്കും തർക്കമില്ല, ഒരാൾക്കും സംശയമില്ല. പക്ഷേ എന്നാണ് സംഭവിക്കുക എന്നതാണ് ചർച്ച. എവിടെയാണ്, ഏത് സമയത്താണ്, ഏത് വർഷത്താണ് സംഭവിക്കുക? പക്ഷേ മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരുപാട് ദൂരമല്ല, ഒരുപാട് അകലെയല്ല. കാരണം എന്ത്? ഇന്നഹും സയറൗനഹും ബഈദാ,
വനറാഹു ഖരീബാ. ജനങ്ങൾ വിചാരിച്ചത് അന്ത്യനാൾ ഒരുപാട് കഴിഞ്ഞിട്ടെന്നാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മൾ പോലും വിചാരിക്കുന്നത് ഈ സമയത്ത് ഖിയാമത്ത് നാൾ നടക്കൂല എന്നല്ലേ. ഒരു 2200 ആവാതെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. എന്നാൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ വചനമാണ് അവർ കാണുന്നത്. അവർ വിചാരിക്കുന്നത് ഖിയാമത്ത് നാൾ ഒരുപാട് അകലെയാണെന്നാണ്. വനറാഹു ഖരീബാ. എന്നാൽ എന്റെ അഭിപ്രായത്തിൽ ഖിയാമത്ത് നാൾ തൊട്ടടുത്ത് തന്നെയുണ്ട്. അതാണ് വേറൊരു ഖുർആനിന്റെ ആയത്ത് പറഞ്ഞത്, അന്ത്യനാൾ അടുത്തിരിക്കുന്നു. ചന്ദ്രൻ 2 കഷ്ടമായി പിളർന്നിരിക്കുന്നു. ചന്ദ്രൻ 2 കഷ്ടമായി പിളർന്നില്ലേ? അതിന്റെ പേരിൽ 100 കണക്കിന് ആളുകൾ ഇന്നും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നില്ലേ? പിന്നെ ആരെ കാത്തിരിക്കുന്നത്? പിന്നെ എന്തിനെ കാത്തിരിക്കുന്നത്? മാറിക്കൂടെ. നാളെ മരിച്ച എന്തെന്റെ കയ്യിലുള്ളത്? ഖബറിലേക്ക് പോവാൻ ഞാൻ എന്താ ഒരുക്കി വെച്ചിട്ടുള്ളത്? പരിശുദ്ധമായ അല്ലാഹുവിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞ് മുസ്ലിമായ ഒരാൾ പിന്നെ നല്ല രീതിയിൽ ജീവിച്ചാൽ, ഹറാമിലേക്ക് പോവാതെ, കള്ളുകുടിയിലേക്ക് പോവാതെ, കഞ്ചാവടിക്കാതെ, മയക്കുമരുന്ന് ഉപയോഗിക്കാതെ, ചെറുപ്പക്കാരാ കേൾക്കണേ, വെറുതെ കേട്ടുപോയാൽ പോരാ. ഈ വാളക്കൊരു പ്രഹസനമായി മാറിയാ പോരാ. ഈ വാളക്ക് വെറും പിരിവിന്റെ ഒരു പരിപാടിയായാൽ പോരാ. ഈ വാള് കൊണ്ട് പറയുന്ന ആളുകൾക്കും മാറ്റം വേണം, കേൾക്കുന്ന ആളുകൾക്കും മാറ്റം വേണം. എന്നാലേ ഇത് നാളേക്ക് ഉപകരിക്കുകയുള്ളൂ. ആകൊരു പിരിവിന് വേണ്ടി വാള് സംഘടിപ്പിച്ചിട്ട് കാര്യമില്ല. പിരിവ് നടക്കുമെന്നല്ലാതെ നമ്മുടെ ഈമാനിൽ ഒരു മാറ്റം ഉണ്ടാവൂല, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവൂല. ഒരു വാള് കേട്ടാൽ ആ വാളിൽ നിന്ന് ഒരു വിഷയമെങ്കിലും നമ്മൾ പഠിക്കണ്ടേ, ഒരു മാറ്റമെങ്കിലും നമ്മൾ പഠിക്കണ്ടേ. നാളെ നീളെ വാൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും വാലിന്റെ സദസ്സുകള്, എവിടെ നോക്കിയാലും വാലിന്റെ ഫ്ലെക്സുകള്, എവിടെ നോക്കിയാലും വാലിന്റെ പോസ്റ്ററുകള്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, പഴയ കാലത്തേക്കാൾ വല്ല മാറ്റവും നമ്മൾക്കുണ്ടോ? എന്തേ നമ്മൾ നന്നാവാത്തത്? ഇതൊക്കെ ഒരു പ്രഹസനമായി തോന്നുകയാണ്. ഇതൊക്കെ വെറും പിരിവിന്റെ ലക്ഷ്യമായി, സംഘാടകരുടെ ലക്ഷ്യം തന്നെ പിരിവാണ്. പിരിവിന് വേണ്ടി തന്നെയാണ് വാല് വെക്കുന്നത്. നന്നാവാനുള്ള ലക്ഷ്യം സംഘാടകർക്കില്ല. പിന്നെ വാല് പറയുന്ന ഉസ്താദിന് വേണ്ടേ ആളുകൾ നന്നാവണമെന്ന ബോധ്യം, എങ്കിലല്ലേ ആളുകൾ നന്നാവുള്ളൂ. ഉസ്താദുമാർക്കും വേണ്ടേ ആളുകൾ നന്നാവണമെന്നുള്ള ബോധം. അതുപോലെ കേൾക്കാൻ വരുന്ന ആളുകൾ എന്തെങ്കിലും പഠിക്കണമെന്ന ഉദ്ദേശത്തോടെയല്ലേ വാലിന് വരേണ്ടത്. പക്ഷെ നമ്മൾ എന്തിനാ വരുന്നത്? എല്ലാം ഒരു ആവേശമാണ്, വാലും ഒരു ആവേശമാണ്. ഫുട്ബോൾ കളി കാണുന്നത് പോലെ, സിനിമ കാണുന്നത് പോലെ, സിനിമകൾ ഇറങ്ങുമ്പോൾ തിയേറ്ററിൽ പോകുന്നത് പോലെ, ഓരോ പ്രഭാഷണങ്ങൾ വരുമ്പോ ആവേശത്തോടെ ആളുകൾ ഇങ്ങനെ കടന്നു പോവാണ്. നന്നാവണമെന്ന ചിന്തയില്ലേ? ഇതൊക്കെ നാളെ അപകടത്തിലാണ്. അല്ലാഹു നമ്മെ നല്ലവരിൽ പെടുത്തുമാറാവട്ടെ. അതാണ് അല്ലാഹു ചോദിച്ചത്. അലം യഅ്നി, ചോദ്യമാണ്. അലം യഅ്നി ലില്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, സമയമായിട്ടില്ലേ? എന്തിന്? തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിനെ പഠിക്കാനും സ്മരിക്കാനും അല്ലാഹുവിലേക്ക് മടങ്ങാനുമുള്ള സമയമായിട്ടില്ലേ? ആരെയാണ് ഈ കാത്തിരിക്കുന്നത്? വമാ നസല മിനൽ ഹഖ്, ഖുർആനിൽ നിന്നിറങ്ങിയ ഖുർആനിന്റെ ആയത്തുകൾ ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള സമയമായിട്ടില്ലേ? പറയൂ ചെറുപ്പക്കാരാ, ആയി ഞാൻ നന്നാവുകയാണ്. ഇനി സീസർ വലിക്കാനോ കള്ളു കുടിക്കാനോ കഞ്ചാവിനോ ഞാനില്ല. പെണ്ണെ, എന്നെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരി ഒന്ന് പറഞ്ഞേക്ക്, എന്റെ മൊബൈൽ ഫോണിൽ ഞാൻ ഉമ്മയറിയാതെ വ്യഭിചാരങ്ങളുടെ പൂമാല, വ്യഭിചാരങ്ങൾ നിരന്തരമായി രാത്രിയിൽ മണിക്കൂറുകളോളം സംസാരിക്കുന്നതും ചാറ്റ് ചെയ്യുന്നതും ഞാൻ അല്ലാഹുവിനെ പേടിച്ച് ഖബറിൽ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ നിർത്തുകയാണ്. ഈ സദസ്സിൽ വെച്ച് പ്രതിജ്ഞയെടുത്തിട്ട് നിങ്ങളോട് ചാറ്റ് ചെയ്യാൻ വരുന്ന ബോയ് ഫ്രണ്ടുകളെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്ക്. ആ നമ്പറുകൾ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് വെച്ചേക്ക്. നിങ്ങളെ വീണ്ടും വീണ്ടും ശല്യം ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ മാതാപിതാക്കളോട് പറഞ്ഞു കൊടുത്തേക്ക്, വേണ്ട പെണ്ണേ, ഈ ആചാരങ്ങൾ നമ്മൾക്ക് വേണ്ട, ഈ ആഭാസങ്ങൾ നമ്മൾക്ക് വേണ്ട. എത്ര പ്രണയിച്ചാലും എത്ര പ്രേമിച്ചാലും ഒരു നാൾ നിനക്ക് അനുയോജ്യനായ
അള്ളാഹു കണക്കാക്കിയ ഒരു വരം നിന്റെ സമീപത്തേക്ക് വന്നാൽ പിന്നെ നിന്റെ കഴിഞ്ഞ കാലത്തെ ഓർത്തിട്ട്, ഗതകാലത്തെ ഓർത്തിട്ട്, ശിഷ്ടകാലത്തെ ഓർത്തിട്ടല്ല, കഴിഞ്ഞു പോയ കാലത്തെ ഓർത്തിട്ടുള്ള ടെൻഷൻ നിനക്ക് മരണം വരെ മാറൂല. എത്ര ആളുകളോടാണ് ഞാൻ ചാറ്റ് ചെയ്തത്, എന്റെ ഭർത്താവിനോടുള്ള വഞ്ചനയല്ലേ അത്? എത്ര ആളുകളോടാണ് ഞാൻ പ്രണയിച്ചത്, എന്റെ ഭർത്താവിനെയും മക്കളെയും ഞാൻ വഞ്ചിച്ചതല്ലേ? ആ ചിന്ത വരാതിരിക്കാൻ തെറ്റുകൾ എല്ലാവരും ചെയ്യുമല്ലോ, തെറ്റ് ചെയ്യാത്ത ആളുകളില്ലല്ലോ. പക്ഷേ വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ, തെറ്റുകാരിൽ ഏറ്റവും നല്ല ആളാരാണെന്നറിയോ? അള്ളാഹുവിന്റെ ഹബീബിന്റെ ശേഷം തെറ്റ് ചെയ്യാത്ത ആളുകളില്ല. മഅസൂം എന്ന് പറഞ്ഞാൽ മുഹമ്മദുർ റസൂലുള്ളാഹ്. വെറുതെ കേട്ടു പോവാണ്, ഒരു സലാത്തെങ്കിലും ചെല്ലുന്നില്ല, പിന്നല്ല നാളെ നന്നാവുന്നു, ഉടനെ സലാത്ത് ചെല്ലുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അവസാനത്തെ മഅസൂം. മഅസൂം എന്ന് പറഞ്ഞാൽ തെറ്റിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നവർ, തെറ്റിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടവർ നബി തങ്ങളാണ്. ആ ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം വേറെ ഒരു മഅസൂമിങ്ങളില്ല. കുല്ലു ബനി ആദമ ഖത്താഉൻ, എല്ലാ മനുഷ്യന്മാരും തെറ്റുകാരാണ്, തെറ്റുകാരല്ലാത്ത ആളുകളില്ല. വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, എന്നാൽ തെറ്റ് ചെയ്യുന്ന ആളുകളിൽ ഏറ്റവും നല്ലവർ തൗബ ചെയ്യുന്നവരാണ്. ഒന്ന് ബോധോദയമുണ്ടായാൽ ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ. ആരാണ് ഈ മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ, ആരാണ് ഈ മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ, ആരാണ് ഈ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇന്നല്ലദീന തഖൗ, മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാൻ, പൈശാചികമായ ചിന്ത വരുമ്പോ, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനോട് ചാറ്റ് ചെയ്യണമെന്ന് തോന്നുമ്പോ, ചെറുപ്പക്കാരാ, അംബാനി വെറുതേക്ക് തന്ന 4Gയുടെ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോ ബ്രൗസിംഗ് ഇല്ലാതെ, ബഫറിംഗ് ഇല്ലാതെ, വളരെ എളുപ്പത്തിൽ ഇങ്ങനെ വേണ്ടതൊക്കെ ക്ലിക്ക് ചെയ്തതൊക്കെ കൈക്കുമ്പിളിലേക്ക് കടന്നു വരുമ്പോ, വീട്ടിൽ കൂടെ ആരുമില്ലാത്ത സമയത്ത് വേണ്ടാത്ത സൈറ്റുകളിലേക്ക് പോകുമ്പോൾ ഒന്ന് ആലോചിക്കണേ, നാളെ ഞാൻ മരിച്ചു പോവേണ്ടേ, നാളെ ഞാൻ മരിച്ചു പോവേണ്ടേ. അങ്ങനെ ഹറാമായ ചിന്ത വരുമ്പോ പിശാചാണ് ചിന്ത കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് കിടക്കല്ലേ എന്ന് പറഞ്ഞത്. അനുജന്റെ കൂടെ കിടക്ക്, ജ്യേഷ്ഠന്റെ കൂടെ കിടക്ക്, ഒറ്റയ്ക്ക് കിടന്നുറങ്ങല്ല, ഒറ്റയ്ക്ക് നിൽക്കല്ല. ഒറ്റയ്ക്ക് നിൽക്കുന്നവന്റെ കൂടെയാണ് പിശാച് കടന്നു വരുന്നത്. പിശാച് കടന്നു വരുന്നത് ഒറ്റയ്ക്കിരിക്കുന്നവന്റെ കൂടെയാണ്. കേട്ടിട്ടുണ്ടോ? ഒറ്റയ്ക്കാരും നിൽക്കല്ല. ഗൾഫിലാണെങ്കിലും ശരി, നാട്ടിലാണെങ്കിലും ശരി, കല്യാണം കഴിഞ്ഞവർ ഭാര്യമാരുടെ കൂടെ, കല്യാണം കഴിയാത്തവർ വീട്ടിലാണെങ്കിൽ അനുജന്മാരും ജ്യേഷ്ഠന്മാരും ഒന്നിച്ചൊരു മുറിയിൽ ഉറങ്ങാനുള്ള അവസരം നൽകാം. കാരണം എന്തേ? ഒറ്റയ്ക്കൊരു മുറിയിൽ കിടക്കുമ്പോ അംബാനിയുടെ ജിയോ ഇങ്ങനെ ഓഫറുകൾ വേണ്ടതുപോലെ ഉപയോഗിച്ചോ എന്ന് പറഞ്ഞിട്ട് വളരെ ഓഫറുകൾ നൽകുമ്പോ അവിടേക്കാണ് പിശാച് കടന്നു വരുന്നത്. പിശാച് കടന്നു വരുന്നത് ഒറ്റയ്ക്കിരിക്കുന്ന ആളുകളുടെ സമീപത്തേക്കാണ്. രണ്ടാളാണെങ്കിൽ പിശാച് അല്പം അകന്നു പോകും. ജ്യേഷ്ഠനും അനുജനുമാണെങ്കിൽ ആ മുറിയിലേക്ക് പിശാച് വരൂല. ഇനി 3 ആളാണെങ്കിൽ ആ മുറിയുടെ അടുത്തേക്ക് തന്നെ പിശാച് കടന്നു വരൂല. ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് വേണ്ടാത്ത സൈറ്റുകളിലേക്ക് പോകണമെന്ന് തോന്നുന്നത്. ഒറ്റയ്ക്ക് കിടക്കുമ്പോഴാണ് എന്റെ പൊന്നുമോളെ, എന്റെ സഹോദരി, നിനക്ക് കാമുകന്മാരോട് ചാറ്റ് ചെയ്യണമെന്ന് തോന്നുന്നത്. നിന്റെ കൂടെ അനുജത്തിയുണ്ടെങ്കിൽ എങ്ങനെയാണ് നീ ചാറ്റ് ചെയ്യുക? നിന്റെ കൂടെ നിന്റെ ഉമ്മ കിടക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നീ കാമുകന്മാരോട് ചാറ്റ് ചെയ്യുക? ഒറ്റയ്ക്കിരിക്കുമ്പോ പിശാച് വരും. ഉമ്മയുണ്ടെങ്കിൽ പിശാച് ഓടിപ്പോകും. അതുകൊണ്ട് എന്റെ സഹോദര, ഒറ്റയ്ക്കാവല്ലേ, ഒറ്റയ്ക്കാവല്ലേ. എപ്പോഴും നല്ല ചങ്ങാതിമാരുടെ കൂടെ ജീവിക്കണേ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എങ്ങനെയാണ് ഒരാൾ നന്നാവുക? എങ്ങനെയാണ് ഒരാൾ നന്നാവുക? എങ്ങനെയാണ് ഹൃദയത്തിന്റെ രോഗം ശുദ്ധിയാക്കുക? മുജാലസത്തുസ് സാലിഹീൻ, സാലിഹീങ്ങളായ ആളുകളുടെ കൂടെ ജീവിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നന്നാകും. സ്കൂളിൽ പോയാൽ തെമ്മാടിയുടെ കൂടെ ചങ്ങാത്തം വേണ്ട. ചെറുപ്പക്കാരാ, ലാസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന ഒരുപാട് സ്കൂളിൽ അങ്ങനെയായിരിക്കും. പോക്കിരിമാരൊക്കെ ലാസ്റ്റ് ബെഞ്ചിലായിരിക്കും, പഠിക്കുന്ന ആൾ മുമ്പിലായിരിക്കും. പണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത്, ഇപ്പോൾ ട്രെൻഡ് മാറിയെന്ന് എനിക്കറിയില്ല. ട്രെൻഡ് മാസം മാറുന്നുണ്ടല്ലോ, അതറിയില്ല. അപ്പം എൻ്റെ കാലത്തൊക്കെ ഉള്ള അവസ്ഥ വെച്ചിട്ട് ഞാൻ പറയാൻ, അവസാന ബെഞ്ചിലിരുന്നിട്ട് പഠിക്കാൻ ബോധമില്ലാതെ, പ്രബുദ്ധ ചിന്തയില്ലാത്ത, അള്ളാഹുവിനെ പേടിയില്ലാത്ത ചെറുപ്പക്കാരന്റെ കൂടെ ചങ്ങാതിയാവരുത്. കാരണം എന്തേ? അത് നിങ്ങൾക്ക് അപകടമാണ് വിളിച്ചു വരുത്തുന്നത്.
അത് നിങ്ങൾക്ക് അപകടമാണ് വിളിച്ചു വരുത്തുന്നത്. നിങ്ങളെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകും, പ്രണയത്തിന്റെയും പ്രേമത്തിന്റെയും മായാലോകത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും. അതുകൊണ്ട് നല്ല വിദ്യാർത്ഥികളുടെ കൂടെ കൂടിയാൽ നിനക്ക് ബുദ്ധിയില്ലേ കുഴപ്പമില്ല, നിനക്ക് വിവരമില്ലേ കുഴപ്പമില്ല. 1ാം റാങ്കുകാരന്റെ കൂടെ, ഒരു റാങ്ക് ഹോൾഡറുടെ കൂടെ നീ ചങ്ങാത്തം കൂടിയാൽ 3 വർഷം കഴിഞ്ഞാൽ അവന്റെ അടുത്ത് തന്നെ നീയും ഉണ്ടാകും, നിന്റെ റാങ്കും ഉണ്ടാകും. അതാണ് മഹാന്മാര് പറഞ്ഞു തന്നത്. സാലിഹീങ്ങളായ ആളുകളുടെ കൂടെ ചങ്ങാത്തം കൂടണേ, എങ്കിലേ നമ്മൾ നന്നാവുള്ളൂ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സഹോദരിമാരെ, വേണ്ടാത്ത ബോയ് ഫ്രണ്ടും വേണ്ട, ഗേൾ ഫ്രണ്ടും വേണ്ട, അള്ളാഹുവിനെ പേടിയുള്ള ആളുകളെ ചങ്ങാത്തം കൂട്ടണേ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ഒരാൾ നന്നായി വളരെ നല്ല രീതിയിൽ ജീവിച്ചാൽ എങ്ങനെയാണ് അയാൾ മരിക്കുന്നതെന്നറിയോ? തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ മാലാക്കമാർ മരണസമയത്ത്, അല്ലാഹുവിന്റെ മാലാക്കമാർ മരണസമയത്ത് കടന്നു വരികയാണ്. നമ്മളൊക്കെ മരണവേദന കൊണ്ട് സഹിക്കാൻ കഴിയാതെ അസഹനീയ വേദനയുണ്ടാകുമ്പോ പണ്ടൊരാൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, യബ്ന ആദം, ഓ ആദമിന്റെ പുത്ര, ഓ ആദമിന്റെ പുത്ര, وجهد لنفسك أن تكون إذا بكوا في حال موتك ضاحكا مسرورا. എന്താണ് ഇതിന്റെ അർത്ഥം? വജ്ഹദ് ലിനഫ്സിക, നീ അധ്വാനിച്ചോ, നീ ഹാർഡ് വർക്ക് ചെയ്തോ. എന്തിനാണ്? വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ, നിന്റെ ചുറ്റുമുള്ള ഉമ്മ കരയുമ്പോ, ഭാര്യ കരയുമ്പോ, ഭർത്താവ് കരയുമ്പോ, മക്കളെല്ലാവരും കൂട്ടം കൂടി കരയുമ്പോ, എല്ലാവരും കരയാ. എന്തേ കരയണത്? എൻ്റെ ഉമ്മ മരിക്കാണല്ലോ പഠിച്ചോനെ, എൻ്റെ ഉപ്പ മരിക്കാണല്ലോ, എൻ്റെ മക്കൾ മരിക്കാണല്ലോ, എൻ്റെ ഭർത്താവ് മരിക്കാണല്ലോ. വേദന കൊണ്ട് ആളുകളൊക്കെ കരയുമ്പോ എൻ്റെ സഹോദര, വജ്ഹദ് ലിനഫ്സിക അതകൂന ഇദാ ബകൗ ഫി ഹാലി മൗതിക ളാഹികം മസ്റൂറാ, പുഞ്ചിരിച്ചു മരിക്കാൻ അല്ലാഹുവേ തൗഫീഖ് ചെയ്യണേ. അല്ലാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ ഭാര്യമാര്, മാതാപിതാക്കൾ, കുടുംബക്കാർ, ഞങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ, സഹായിക്കുന്ന ആളുകൾ, ബന്ധം വെക്കുന്ന ആളുകൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ, എല്ലാവർക്കും മുഅ്മിനായി പുഞ്ചിരിച്ചു മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. എങ്ങനെയാണ് പുഞ്ചിരിച്ചു മരിക്കാൻ പറ്റുന്നത്? തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ മാലാക്കമാർ നമ്മുടെ മുറിയിലേക്ക് കടന്നു വരും. ഉപ്പ അറിയൂല, ഉമ്മ അറിയൂല, ചുറ്റുഭാഗത്തുള്ള ആളുകൾ അറിയൂല. മഹാനായ ശംസുൽ ഉലമ ലോകത്തോട് വിട പറയുമ്പോ എന്നോടൊരു ഉസ്താദ് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരൊക്കെ അദ്ദേഹത്തിന്റെ സമീപത്തായിരിക്കുന്നുണ്ട്. ശിഷ്യന്മാരോട് പുറത്തു പോകാൻ പറഞ്ഞുവത്രേ, ശിഷ്യന്മാരോട് പുറത്തേക്ക് പോകാൻ പറഞ്ഞുവത്രേ. ഇവിടേക്ക് ചില ആളുകൾ കടന്നു വരാനുണ്ട്. ആളുകളൊക്കെ പുറത്തു പോയപ്പോ ആളുകളൊക്കെ പുറത്തു പോയി. അവിടേക്ക് വേറെ ഒരാളും കടന്നു വരുന്നത് കണ്ടിട്ടില്ല, വേറെ ഒരാളും അവിടേക്ക് കടന്നു വരുന്നത് കണ്ടിട്ടില്ല. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോ ശിഷ്യന്മാരൊക്കെ അകത്തേക്ക് പോയി. ആരാണ് ഇറങ്ങി വന്നത്? തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ മാലാക്കമാർ നല്ല ഒരു മയ്യിത്ത് മരിക്കുമ്പോൾ ഇറങ്ങി വരും. എന്തിനാണ് ഇറങ്ങി വരുന്നതെന്നറിയോ? എയർപോർട്ടിൽ ഇറങ്ങുകയാണ്. ആദ്യമായി വിസയില്ലാതെ വിസിറ്റിംഗ് വിസയിൽ ജോലിക്ക് വേണ്ടി അബുദാബിയിലേക്കോ ദുബായിലേക്കോ അതുപോലെ തന്നെ ഖത്തറിലേക്കോ ഒമാനിലേക്കോ സലാലയിലേക്കോ നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ പോയി എന്താ ചെയ്യുക നമ്മൾക്ക് ആർക്കും എന്നറിയൂലല്ലോ. അവിടെ എങ്ങനെ ടാക്സി പിടിക്കണമെന്നറിയില്ല, അവിടുത്തെ ലാംഗ്വേജ് അറിയില്ല, ആരെ കോണ്ടാക്ട് ചെയ്യണമെന്നറിയില്ല. അങ്ങനെയുള്ള ആളുകൾ വെപ്രാളത്തോടെയല്ലേ ഗൾഫിലേക്ക് പോവാ. എന്നാൽ അവിടെ കൂട്ടാൻ ജ്യേഷ്ഠൻ വരാമെന്ന് പറഞ്ഞാൽ, നിന്നെ കൂട്ടാൻ ചങ്ങാതി വരാമെന്ന് പറഞ്ഞാൽ, നിന്നെ പിക്ക് ചെയ്യാൻ നിന്റെ സുഹൃത്തുക്കൾ കടന്നു വരാമെന്ന് പറഞ്ഞാൽ പിന്നെ പേടിയുണ്ടാകുമോ? എയർപോർട്ടിൽ ഇറങ്ങിയാൽ ചങ്ങാതിമാരവിടെ കാത്തിരിപ്പുണ്ട്. അതുപോലെയാണ് ഒരാൾ മരിക്കാൻ പോകുന്നത്. ഇവിടെ നന്മ ചെയ്യാത്ത ഒരാൾ, അയാളെ കൂട്ടാൻ ഒരാളും കടന്നു വരൂല, അയാളെ സ്വീകരിക്കാൻ ഒരാളും കടന്നു വരൂല, അയാൾക്ക് വെപ്രാളമായിരിക്കും. എന്നാൽ നല്ലവരാണെങ്കിൽ തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ മാലാക്കമാര് കടന്നു വന്നിട്ട് പറയുന്നത് എന്തെന്നറിയോ? അല്ലാ തഖാഫു വലാ തഹ്സനു, പേടിക്കേണ്ട മോനെ, പേടിക്കേണ്ട, പേടിയൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. വലാ തഹ്സനു, ദുഃഖിക്കേണ്ട മോനെ, ദുഃഖിക്കേണ്ട, ദുഃഖത്തിന്റെ സമയം കഴിഞ്ഞു, പേടിക്കേണ്ട സമയം കഴിഞ്ഞു, വിഷമിക്കേണ്ട സമയം കഴിഞ്ഞു. ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? വഅബ്ശിറൂ ബിൽ ജന്ന,
ഇതാ സ്വർഗമാണിത്, അവിടെ നോക്കൂ സ്വർഗമാണ്, ആ സ്വർഗത്തിലേക്കാണ് പോവേണ്ടത്. മാഷാ അല്ലാഹ്, എന്ത് സന്തോഷമായിരിക്കും മരിക്കുന്ന ആളുകൾക്ക്, എന്ത് ആഹ്ലാദമായിരിക്കും മരിക്കുന്ന ഒരാൾക്ക്. മരണസമയത്ത് സ്വർഗം കാണിക്കുകയാണ്, സ്വർഗത്തിന്റെ ഫോട്ടോ വേണ്ട, സ്വർഗം തന്നെ കാണിക്കുകയാണ്. പൊന്നുമോനെ നീ പോകുന്നത് ആ സ്വർഗത്തിലേക്കാണ്. അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, അതുകൊണ്ട് എന്തിനെ പേടിക്കണം? സ്വർഗത്തിലേക്ക് പോകുന്ന ആൾക്ക് പേടി എന്തിന്, വിഷമം എന്തിന്? വഅബ്ശിറൂ ബിൽ ജന്ന, ആ സ്വർഗം നിങ്ങൾക്ക് തന്നെയാണ്. വളരെ സന്തോഷമായി എന്നിട്ട് പറയാണ്, നഹ്നു ഔലിയാഉകും ഫിദ്ദുനിയ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നിങ്ങളുടെ സംരക്ഷകർ ഞങ്ങളാണ്. വലകും ഫീഹാ മാ തസ്തഹി അൻഫുസുകും, എന്താ നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ സ്വർഗ്ഗത്തിലുണ്ട്. എന്ത് വേണം? മരിക്കാൻ കിടക്കുന്ന ആളുകൾക്ക് എന്ത് വേണം? അതൊക്കെ സ്വർഗത്തിലുണ്ട്. വലകും ഫീഹാ മാ തദ്ദഊൻ, നിങ്ങൾ കൊതിക്കുന്നതും ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് നല്ല ഒരു മയ്യിത്തിനെ ഖബറിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നാൽ ഖബറിടത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി അവസാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഖബറിടത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ഒരു അമൽ കൂടി ഞാൻ പറഞ്ഞു തരട്ടെ. എല്ലാവർക്കും അറിയുന്ന അമൽ തന്നെയാണ്, ആർക്കും ഇതറിയാഞ്ഞിട്ടല്ല, പക്ഷെ ആരും ചെയ്യാറില്ല. എന്തേ ചെയ്യാത്തതെന്ന് എനിക്കറിയില്ല. നിങ്ങളൊക്കെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളുകൾ ആയതുകൊണ്ടോ അല്ല ഖബറിൽ രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷയുള്ളത് കൊണ്ടോ മഹാന്മാരായ 30ഓളം സ്വഹാബാക്കളെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഇബ്നു അബീ മുൽഖിയ എന്ന് പറയുന്ന പണ്ഡിതൻ പറയുകയാണ്, 30ഓളം സ്വഹാബാക്കൾ. ആരാണ് ആ സ്വഹാബാക്കൾ എന്ന് പറഞ്ഞാൽ? അസ്വഹാബീ കന്നുജൂം, എന്റെ സ്വഹാബാക്കൾ നക്ഷത്ര തുല്യരാണ്. എന്റെ സ്വഹാബാക്കളെ ഒരാളെ നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങൾ സ്വർഗത്തിലാണ്, ഇഹ്തദൈതും നിങ്ങൾ സന്മാർഗത്തിലാണ്. ഫഇന്നൽ ഹുദാ ഫഇന്നൽ ബിർറ യഹ്ദീ ഇലൽ ജന്ന, സന്മാർഗം കൊണ്ടുപോകുന്നത് സ്വർഗത്തിലേക്കല്ലേ. സ്വഹാബാക്കളിൽ ഏതൊരാളെ നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾ സ്വർഗത്തിൽ എന്ന് പറയുമ്പോ ആ സ്വഹാബാക്കളുടെ സ്ഥാനം എവിടെയായിരിക്കും? അങ്ങനെയുള്ള 30ഓളം സ്വഹാബാക്കള് പേടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാഹുവേ, ഞാൻ മുനാഫിക്കിൽപ്പെട്ട ആളാണോ? പേടി. 30ഓളം സ്വഹാബാക്കളെ ഇബ്നു അബീ മുൽക്കിയെ പറയാൻ ഞാൻ കണ്ടിട്ടുണ്ട്. 30ഓളം സ്വഹാബാക്കൾക്ക് എന്നും പേടിയാണ്, പഠിച്ചോനെ ഞാൻ മുനാഫിക്കാണോ, പഠിച്ചോനെ ഞാൻ മുനാഫിക്കാണോ. നമ്മൾക്ക് പേടിയുണ്ടോ? ഖബറിൽ രക്ഷപ്പെടാനുള്ള ഒരു അമല് ഉസ്താദുമാര് മദ്രസയിൽ പഠിപ്പിച്ചു തന്നു. പരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണേ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി മക്കക്കാരായ അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഖലീഫയായ ദുന്നൂറൈൻ, ഹബീബിന്റെ പ്രിയപ്പെട്ട 2 മക്കളെ കല്യാണം കഴിച്ച ഉസ്മാൻ തങ്ങളെ വീട് വളഞ്ഞിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ വധിക്കാൻ വേണ്ടി അദ്ദേഹം വധിക്കപ്പെടുന്ന രാത്രിയിൽ അള്ളാഹുവിന്റെ ഹബീബ് കടന്നു വരികയാണ്. യാ ഉസ്മാൻ, ഉസ്മാനെ നിന്നെ ആളുകളൊക്കെ ബന്ദിയാക്കിയല്ലേ? അതേ നബിയെ. ലോകത്തോട് വിട പറഞ്ഞ പരിശുദ്ധ റസൂലുള്ളാഹ് മഹാനായ ഉസ്മാൻ തങ്ങളുടെ സമീപത്തേക്ക് വധിക്കപ്പെടുന്ന രാത്രി കടന്നു വരികയാണ്. യാ ഉസ്മാൻ, നിന്നെ സമൂഹം ബന്ദിയാക്കിയല്ലേ? വെള്ളവും ഭക്ഷണവും തരാതെ ഉപരോധിച്ചുവല്ലേ? അതേ യാ റസൂലല്ലാഹ്, നിങ്ങൾക്ക് വെള്ളം തരാതെ ദാഹിക്കുന്നുണ്ടല്ലേ? ഉണ്ട് നബിയെ എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു ബക്കറ്റ് വെള്ളവുമായിട്ട് അള്ളാഹുവിന്റെ ഹബീബ് മഹാനായ ഉസ്മാൻ തങ്ങൾക്ക് നൽകുന്നത്. ആ ബക്കറ്റിൽ നിന്ന് വെള്ളം കുടിച്ചിട്ട് മഹാനായ നബി തങ്ങൾ ചോദിച്ചു, യാ ഉസ്മാൻ, നിങ്ങളെ ഈ സമൂഹത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തണോ അല്ല മരിക്കണോ? നബി തങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങളെ ഈ സമൂഹത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തണോ അല്ല മരിക്കണോ? ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ഹബീബേ, എനിക്ക് മരിക്കാനാണ് ഇഷ്ടം. നബി തങ്ങൾ തിരിച്ചുപോയി. ആ സമയത്താണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട മരുമകനായ ഉസ്മാൻ തങ്ങളെ വധിക്കാൻ വേണ്ടി ഉസ്മാൻ തങ്ങളെ വീടിന്റെ റൂഫ് എടുത്തു മാറ്റിയിട്ട് ആളുകൾ വീടിന്റെ അകത്തേക്ക് ചാടുന്നത്. ആ ചാടുമ്പോൾ ഉസ്മാൻ തങ്ങൾ
ഞങ്ങളിങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആൻ കയ്യിൽ പിടിച്ചിട്ടാണ് ലോകത്തോട് വിട പറഞ്ഞു പോയത്. അങ്ങനെ ഒരു മരണം നമ്മൾക്ക് വേണ്ടേ? അങ്ങനെ ഒരു മരണം നമ്മൾക്ക് വേണ്ടേ? ആ ഉസ്മാൻ തങ്ങൾ പറഞ്ഞത്, എനിക്ക് നരകത്തിന്റെ പേടിയില്ല, എനിക്ക് സ്വർഗത്തിന്റെ എനിക്ക് മഹ്ശറയുടെ പേടിയില്ല, സിറാത്തിന്റെ പേടിയില്ല, മീസാനിന്റെ പേടിയില്ല, എനിക്ക് പേടി ഖബറാണ്, എനിക്ക് പേടി ഖബറാണ്. ആ ഖബർ രക്ഷപ്പെട്ടാൽ എല്ലാം രക്ഷപ്പെട്ടു. ഫസ്റ്റ് ഇന്റർവ്യൂ നടക്കുന്നത് ഖബറിലാണ്. ആ ഖബർ രക്ഷപ്പെട്ട പിന്നെ എല്ലാം സുഖാണ്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ചെറുപ്പക്കാരാ, ഖബർ രക്ഷപ്പെടണോ? സഹോദരിമാരെ, ഖബർ രക്ഷപ്പെടണോ? വളരെ എളുപ്പമാണ്. വാട്സപ്പിൽ കളിച്ചു കുത്തിയിരിക്കുന്ന സമയമുണ്ടല്ലോ, ഫേസ്ബുക്കിൽ കളിച്ചു കുത്തിയിരിക്കുന്ന സമയമുണ്ടല്ലോ, ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ട് സ്വറ പറയുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് 2 മണിക്കൂർ വേണ്ട, 1 മണിക്കൂർ വേണ്ട, ഒരു 5 മിനിറ്റ് പരിശുദ്ധമായ ഖുർആനിന്റെ മനോഹരമായ ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിന്റെ പേര് സൂറത്തുൽ മുൽക്ക്. ഇന്നോദിയാണ് കൈ പൊക്കിയേ ഉണ്ടോ? ഓക്കെ, നിങ്ങൾ ഇത്ര ആളുണ്ട്, 10 ആള്. ബാക്കിയുള്ള ആൾക്ക് അറിയാഞ്ഞിട്ടാണോ എന്താ ഓതാത്തത്? ഖബർ രക്ഷപ്പെടുമെന്നുള്ള ഉറപ്പുണ്ടോ? നമ്മൾക്ക് സ്വർഗം മുമ്പിൽ വെച്ച് തന്നാലും നമ്മൾ അതിനു വേണ്ടി അമല് ചെയ്യൂല. അല്ലാഹുവേ, നീ കാക്കണേ പഠിച്ചോനെ, അല്ലാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ഇനി നിങ്ങൾ ഓതാതിരിക്കോ? യമാൻ ഏതായാലും അടുത്ത വർഷം എന്നെ വിളിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തൊട്ടപ്പുറത്ത് ഞാൻ വന്നാൽ നിങ്ങളോട് ഞാൻ ചോദിക്കുവേ. അവനില്ലേ, ഇവിടെ ഇല്ലേ? പാവാണ്, നല്ല സുഹൃത്താണ് നമ്മളെ, പാവാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ആഫിയത്തും ആയുസ്സൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. എവിടെ എത്തിയാലും എവിടെ പോയാലും എവിടെ ഉണ്ടാവും യമാൻ ഉസ്താദ്. മാഷാ അല്ലാഹ് നമ്മുടെ സംഘടനയ്ക്കും സമസ്തയ്ക്കും വേണ്ടിയൊക്കെ ഓടിച്ചാടി വിശ്രമില്ലാതെ നടക്കുന്ന ഒരാളാണ്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. പക്ഷെ ആദ്യം പറഞ്ഞ വിഷയം അതങ്ങനെ തന്നെ ഉണ്ട്, സംഭവമൊക്കെ ശരിയാണ്, അതിന് നമ്മൾ തീരെ സപ്പോർട്ടില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ചോദിക്കും നിങ്ങളോട്, ഇനി എപ്പോഴെങ്കിലും ഈ ഭാഗത്ത് വരാൻ അവസരം ഉണ്ടായാൽ നിങ്ങൾ ഓതുന്നുണ്ടോ? ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകളോടും ഞാൻ പ്രതിജ്ഞ എടുപ്പിക്കുകയാണ്, നിങ്ങൾ എടുക്കണം. 2.5 പേജുള്ള സൂറത്ത്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. അല്ലാഹു മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചത് വെറുതെയല്ല. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി നന്മ ചെയ്യുന്നത് എന്നറിയാനാണ് അല്ലാഹു ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചത്. ഇങ്ങനെ ഖബറിന്റെയും നരകത്തിന്റെയും സ്വർഗത്തിന്റെയും ജീവിതത്തിന്റെയും കഥകൾ പറയുന്ന പരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക് ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും പാരായണം ചെയ്യൂലേ? ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഓതണം, എല്ലാവരും ഓതണം. നിങ്ങൾ ഓതിട്ട് എനിക്കൊന്നും കിട്ടാനില്ല, നിങ്ങൾക്ക് കിട്ടാനും നമ്മുടെ ഖബറിടം രക്ഷപ്പെടാനും. അത് ഓതിയാൽ ഖബറിടത്തിൽ ശിക്ഷയുണ്ടാവൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലേ? ഈ ഒരു സൂറത്ത് നിങ്ങൾ മറക്കരുത്, മരണം വരെ മറക്കരുത്. ഇനി നിങ്ങൾ തിരക്കിൽ എവിടെ യാത്ര പോയി എന്നാൽ മൊബൈൽ ഫോണിൽ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടൊന്ന് ഓതിയാൽ മതി. രാത്രി വേല കഴിഞ്ഞിട്ട് പോയിട്ട് പെൺകുട്ടികൾ എല്ലാം ഉറക്കുണ്ടാവും, അതേപോലെ പർദ്ദ പോലും മാറ്റാതെ അങ്ങനെ കിടന്നുറങ്ങണ്ട. ഒന്ന് വുളൂ ചെയ്യ്, ബാത്റൂമിൽ പോയിട്ട് വുളൂ ചെയ്ത് പല്ല് തേക്ക്, എന്നിട്ട് ബെഡ്റൂമിൽ വാ. ബെഡ്റൂമിൽ വന്നിട്ട് മുസ്ഹഫ് എടുത്തിട്ട് തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അങ്ങനെ ഓത്. അർത്ഥം മനസ്സിലാക്കിയോതെ എത്രയോ മഹത്വമാണ്. ആർക്കോ വേണ്ടി കടമ നിർവഹിക്കാൻ വേണ്ടി ഓതണ്ട. ഓതി ഇൻഷാ അല്ലാഹ് നല്ല ബിസ്മിക അല്ലാഹുമ്മ അമൂതു വ അഹ്യാ, അല്ലാഹുവേ ഞാൻ മരിക്കാൻ, അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ എന്നും ഉറങ്ങണത്. ബിസ്മിക അല്ലാഹുമ്മ അമൂതു വ അഹ്യാ, അല്ലാഹുവേ ഞാൻ മരിക്കാണെന്ന് പറഞ്ഞിട്ട് ഉറങ്ങാൻ. അല്ലാഹു ഈമാൻ സലാമത്തായി മരിക്കുന്നവരിൽ നമ്മൾ പെടുത്തുമാറാവട്ടെ. ഖബറിടത്തിൽ ശിക്ഷയില്ലാതെ രക്ഷപ്പെടുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ പെടുത്തട്ടെ എന്ന് പറയണ്ട. ആരും പോകരുത്. വളരെ മഹത്വമേറിയ ഒരു മജ്ലിസാണ്. ഖബർ ജീവിതവും മരണവും ഒക്കെ പറഞ്ഞ ഒരു വേദിയാണ്. ഉസ്താദിൻ്റെ ദുആ നടക്കും. 5 മിനിറ്റ് കൂടി ആരും തന്നെ പോകരുതെന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. വളരെ സന്തോഷകരമായ ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ നാളെ സഹോദരിമാർക്ക് മാത്രമായി യമാനിയുടെ തൊട്ടപ്പുറകിലുള്ള യൂസുഫ് ഖായുടെ വീട്ടിൽ വെച്ച് മയ്യത്ത് പരിപാലന ക്ലാസ് നടക്കുകയാണ്. ഹസീന പുതുക്കോടാണ് ക്ലാസ് എടുക്കുന്നത്. നാളെ ഉച്ചക്ക് 2 മണിക്കാണ്, 4 മണി വരെ ക്ലാസ് നടക്കും.
എല്ലാ സഹോദരിമാരും ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു. നമുക്ക് വളരെ സന്തോഷം നൽകുന്ന, ഇവിടെ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ ബാംഗ്ലൂർ പ്രൊജക്റ്റ് അൽഹംദുലില്ലാ അതിൻ്റെ 3 നില വർക്ക് പൂർത്തിയായിരിക്കുകയാണ്. ബാക്കി പ്രവർത്തനങ്ങൾ കൂടി ഇൻഷാ അല്ലാഹ് ഒരു 6 മാസം കൊണ്ട് പൂർത്തീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ മുതഅല്ലിമീങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ, സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അത് ഒരു നിർണായക ഘടകമായി മാറാൻ വേണ്ടി പോവുകയാണ്. ഇതിലേക്ക് വേണ്ടി സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ചാളുകൾ ഇവിടെ ലിസ്റ്റ് വായിക്കുകയാണ്. അതിൻ്റെ ശ്രദ്ധയിലേക്കായി പറയുന്നു. ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് A.T. ഇബ്രാഹിം ഹാജി 2 പവൻ സ്വർണം അതിലേക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അതുപോലെ CP ജംഷീറ 2 പവൻ, പരവണ്ടവിടെ അബ്ദുള്ള ഹാജി 2 പവൻ, കുഞ്ഞിപ്പറമ്പത്ത് ആയിഷ 2 പവൻ, പേര് പറയാത്ത ഒരു സഹോദരൻ 1 പവൻ, പേര് പറയാത്ത മറ്റൊരു സ്ത്രീ 1 പവൻ, PP കുഞ്ഞമ്മദ് ആൻഡ് ഫാമിലി 2 പവൻ, ചാലിൽ നഫീസ 1 പവൻ, പീടികയുള്ള പറമ്പത്ത് ജമീല പൊയിലൂര് 1 പവൻ എന്നിങ്ങനെ സ്വർണവും അതുപോലെ തന്നെ ഒരു മോതിരം ഇവിടെ ഒരു സഹോദരി ഈമാൻ സലാമത്താകാൻ വേണ്ടി ഇന്ന് തന്നെ ഊരി കൊടുത്തയച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെയും മറ്റന്നാളും അതിൻ്റെ പിറ്റേ ദിവസത്തിലുമായിക്കൊണ്ട് മുസ്തഫ ഹുദവി ആക്കോടിൻ്റെയും സമാപന ദിവസത്തെ നൗഷാദ് ബാക്കവിയുടെ പ്രഭാഷണത്തോടുകൂടി ഇൻഷാ അല്ലാഹ് ഒരു 250 പവൻ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ബാംഗ്ലൂർ പ്രൊജക്റ്റ് പൂർണ്ണമായി അത് സമാപിക്കുമെന്നുള്ള കാര്യം നിങ്ങൾ അറിയിക്കുകയാണ്. എല്ലാ സഹോദരിമാരും 1 പവൻ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളെ ഊരി കൊടുത്തയക്കണം. ഇതെത്ര കാലമാണ് നമ്മൾ വെച്ചേക്കുക? അതിന് ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. ചിലപ്പോൾ കള്ളന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, അതുപോലെ മറ്റുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. 1 പവൻ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളിവിടേക്ക് നാളെ മുസ്തഫ ഹുദവി ആക്കോടാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള 2 ദിവസവും മഹാനവറുകളാണ് നമ്മോട് സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് സാരസമ്പൂർണമായ പ്രഭാഷണം ശ്രവിക്കണം. സമാപന ദിവസം 4 മണിക്ക് ഉസ്താദ് നൗഷാദ് ബാക്കവി ചിറയങ്കിൽ കൃത്യമായി എത്തിച്ചേരുമെന്നും 2 മണിക്കൂർ നമ്മോട് സംസാരിക്കുമെന്നും നിരന്തരമായി വാക്ക് നൽകി. ഇന്നലെ വിളിച്ചപ്പോഴും 2 മണിക്കൂർ സംസാരിക്കാൻ എനിക്ക് അവസരം നൽകണമെന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. തുവക്കുന്ന യമാനിയുടെ മുറ്റത്ത് വരുമെന്നും സംസാരിക്കുമെന്നും നമ്മോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. അത് കൃത്യമായി പറയുകയാണ്. ഇൻഷാ അല്ലാഹ് സഹോദരിമാരുടെ നാളത്തെ ക്ലാസ്സിൽ പ്രത്യേകമായി പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു. പ്രത്യേകമായി ദുആ വസിയത്ത്, മരിച്ചുപോയ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരി 2000 രൂപ, പരലോക രക്ഷയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ നമ്മുടെ സോളാർ ഫണ്ടിലേക്ക് ഒരു 2000 രൂപ, സംസാരശേഷിക്കും കേൾവിക്കും ബുദ്ധിക്കും കുറവുള്ള മകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി, സ്വാലിഹായ മക്കളായി തീരാൻ വേണ്ടി ഒരു സഹോദരി ഒരു സംഭാവന, കുരുകുലത്തിൽ അബ്ദുള്ള ഹാജി എന്നവരും ആയിഷു ഹജ്ജുമ എന്നിവരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഖത്തറിൽ നിന്ന് ഇന്നലെയും മനിഞ്ഞാന്നുമായി 10ഉം 15ഉം ഒക്കെ ഷെയർ ഏറ്റെടുത്ത പലരും മക്കളുണ്ടാവാത്ത പ്രയാസത്തിന്, രോഗത്തിൻ്റെ പ്രയാസങ്ങൾക്ക്, അതുപോലെ കടകളുടെ പ്രയാസങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഉസ്താദിൻ്റെ ശ്രദ്ധയിലേക്കായി പറയുകയാണ്. 1-2 ദിവസം കൊണ്ട് ഒരു 250ഓളം ഷെയറുകളാണ് നമ്മുടെ സ്ഥാപനത്തിലെ സോളാർ പദ്ധതിയും അതുപോലെ മൈക്ക് സെറ്റിലേക്കുമായിക്കൊണ്ട് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളും നാട്ടിലുള്ളവരുമായി ഏറ്റെടുത്തിരിക്കുന്നത്. പ്രത്യേകം അവർക്ക് ദുആ ചെയ്യണം. ഈമാൻ സലാമത്താകാൻ വേണ്ടിയിട്ടാണ് മോതിരം സംഭാവന നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രവർത്തകൻ്റെ സഹോദരി ഭർത്താവ് മരണപ്പെട്ടു പോയി. അതിനുശേഷം ആ സഹോദരിക്ക് മാനസികമായി വലിയ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു സഹോദരൻ വലിയ പ്രയാസം പിടിച്ച രോഗവുമായി കൊണ്ട് ഹോസ്പിറ്റലിലാണ്. മുനീർ എന്നാണ് പേര്. അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റു പലരും നിരന്തരമായി രോഗം അലട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്ഥാപനത്തിലെ ഉസ്താദ് ഹാഫിദ് ഉസ്താദിൻ്റെ അനുജൻ, നമ്മുടെ സുഹൃത്ത് നിസാമുദ്ദീൻ ഹാഫിദ് മംഗലാപുരത്താണ്. മറ്റന്നാൾ ഇവിടെ വെച്ച് സനത് വാങ്ങേണ്ട മകനാണ്. നമ്മൾ ദുആ ചെയ്യണം. ആ കുടുംബം വലിയ പ്രയാസത്തിലാണ്. വിളിക്കുമ്പോഴൊന്നും കൃത്യമായി സംസാരിക്കാൻ കഴിയാത്ത രീതിയിൽ അവർ വലിയ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹാഫിദ് ഉസ്താദിൻ്റെ അനുജൻ, നിങ്ങളുടെ എല്ലാ നിസ്കാരങ്ങളുടെയും എല്ലാ പ്രാർത്ഥനകളിലും നമ്മുടെ സുഹൃത്ത് നിസാമുദ്ദീനു വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന് സാന്ദർഭികമായി അറിയിച്ചുകൊണ്ട് ഇനി ഈ ലിസ്റ്റ് നാളെ മുതൽ നമുക്ക് വായിക്കണം. 250 പവൻ ഇൻഷാ അല്ലാഹ് സമാപനം കഴിയുന്നതിന് മുമ്പായിക്കൊണ്ട് പൂർത്തീകരിച്ച് ഇവിടുത്തെ സഹോദരിമാരുടെ ഒരു ജൈത്രയാത്ര ഈ സമ്മേളനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ള ഒരു സന്തോഷ വാർത്ത ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉസ്താദിനെ ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ.
വളരെ നല്ല നാട്ടുകാരാണ്. എൻ്റെ നാട്ടിലേക്ക് നിങ്ങൾ വരണോ അല്ല നിങ്ങളുടെ നാട്ടിലേക്ക് ഞാൻ വരണോ എന്ന് ഇപ്പോൾ ആലോചിക്കുന്നത്. നമ്മളെ നാട്ടിൽ ഒരു ക്വാർട്ടേഴ്സ് കെട്ടാൻ വേണ്ടിയിട്ട് കുറേ കാലമായി ചർച്ച ചെയ്യുന്നത്. നമ്മളെ ചെറിയ നാടാണ്, ഉപ്പ് കൂടുള്ളൊരു നാടാണ്. ഇതുവരെ എൻ്റെ ഒരു തീരുമാനം വരെ ആയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ്, നിങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകണോ അല്ല ഞങ്ങൾ ഇങ്ങോട്ട് വരണമെന്ന്. എന്താ ചെയ്യേണ്ടത്? മാഷാ അല്ലാഹ്, അള്ളാഹു നിലനിർത്തട്ടെ. അൽഹംദുലില്ലാഹ്, വളരെ ഭംഗിയായി നമ്മുടെ സ്ഥാപനങ്ങളെയും ദീനിനൊക്കെ സഹായിക്കുന്ന ഒരുപാട് ആളുകൾ. നമ്മുടെ മൊയ്ദ് ഹാജി ഇവിടുന്ന് പോയി, അള്ളാഹു ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. നമ്മുടെ ഇസ്മായിൽ ഹാജി ഉണ്ട്, ഇസ്മായിൽ ഹാജി, അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. അതുപോലെ നമ്മുടെ പേരറിയാത്തതുകൊണ്ടാണ്, വേദിയിൽ ഒരുപാട് ആളുകളുണ്ട്, ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹികളുണ്ട്. ഇതിനു വേണ്ടി അഹോരാത്രം കഠിനാധ്വാനം ചെയ്യുന്ന ഈ നാട്ടിലുള്ള നല്ല 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 ആളുകൾ, പടച്ച റബ്ബ് എല്ലാവർക്കും ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഉമ്മമാരെയും സഹോദരിമാരെയും അള്ളാഹു ഇഹപര വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ചെറിയൊരു ദുആയാണ്, നിങ്ങൾ ആത്മാർത്ഥമായി ആമീൻ പറയണേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മഗ്ഫിർ ലനാ മാ സലഫ മിൻ ദുനൂബിനാ വഅസിംനാ ഫീമാ ബഖിയ മിൻ അഅമാരിനാ വതവഫനാ വഅഹ്ലനാ മുസ്ലിമീന വഅൽഹിഖനാ ബിസ്സാലിഹീൻ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാഹ്. ഇനിയുള്ള കാലം തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാഹ്. വതവഫനാ വഅഹ്ലനാ മുസ്ലിമീന വഅൽഹിഖനാ ബിസ്സാലിഹീൻ. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ആക്സിഡന്റിൽ മരിച്ചു പോയ ഇല്ലാസല്ലേ ചെറുപ്പക്കാരൻ്റെ പേര്, അല്ലാഹുവേ, ആ സഹോദരന്റെ ഖബറിടം നീ സ്വർഗീയമാക്കി കൊടുക്കണേ അല്ലാഹ്, വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആ കുടുംബത്തിന് അതിൻ്റെ പേരിൽ ക്ഷമിച്ചത് കാരണം സമാധാനവും നല്ലൊരു പകരവും നൽകണേ അല്ലാഹ്. നാളെ ഖബറെടുത്തും ആഖിറത്തിലും നാളെ ഏറ്റവും ഉപകാരമുള്ള ഒരു അമലായി ഈ ക്ഷമയെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ആ സഹോദരന്റെ കുടുംബത്തിൽ തന്നെ വേറെ 2-3 ആളുകൾ ഗൾഫിൽ വെച്ച് മരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ ഖബറിടങ്ങളും നീ സ്വർഗീയമാക്കണേ അല്ലാഹ്. അവരുടെ കുടുംബങ്ങളിൽ സമാധാനം നൽകണേ അല്ലാഹ്. ഇതിനേക്കാൾ നല്ല ഒരു പകരം അവർക്ക് ദുനിയാവിൽ വെച്ച് തന്നെ നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നമ്മുടെ സ്ഥാപനത്തെയും നമ്മുടെ ദീനിനെയും സുന്നത്ത് ജമാഅത്തിനെയും സ്നേഹിക്കുന്ന സഹായിക്കുന്ന ഒരുപാട് ആളുകൾ, അല്ലാഹുവേ, അവരെ നീ സഹായിക്കണേ അല്ലാഹ്. اللهم يسر عسيرنا وسهل أمورنا وفرج همومنا واكشف كروبنا وأد ديوننا وحسن مرادنا وقل حاجاتنا واشف أمراضنا. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ തീർത്തു തരണേ അല്ലാഹ്. ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ ആളുകളുടെയും ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ നീ തീർത്തു തരണേ അല്ലാഹ്. വിഷമങ്ങളൊക്കെയും നീ അകറ്റി തരണേ അല്ലാഹ്. ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തീകരിച്ചു തരണേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കളുടെ കുടുംബങ്ങളിലുള്ള രോഗികൾക്ക് പൂർണ്ണമായി ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഉസ്താദുമാർക്ക് ശിഫ നൽകണേ അല്ലാഹ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവേ, കൺകുളിർമയുള്ള ഭാര്യമാരാക്കി ഭർത്താക്കന്മാരാക്കി മക്കളാക്കി നീ ഞങ്ങളെ മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ, വിദേശത്ത് നിന്നും ഓൺലൈനിലൂടെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, വാട്സപ്പിലൂടെ ഒരുപാട് ഷെയറുകൾ ഏറ്റെടുത്ത ആളുകൾ, അല്ലാഹുവേ, അവർക്കൊക്കെ തക്കതായ പ്രതിഫലം നൽകണേ അല്ലാഹ്. വളരെ നല്ല രീതിയിൽ മൈക്ക് സെറ്റ് ചെയ്ത നമ്മുടെ ഓപ്പറേറ്റർ, അല്ലാഹുവേ, അയാൾക്ക് നീ ഖൈർ ചെയ്യണേ അല്ലാഹ്. ജോലിയിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ ആളുകൾക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. ഓൺലൈൻ സംവിധാനം നൽകിയിരിക്കുന്ന ഇമാനി ഉസ്താദ്, അല്ലാഹുവേ, അദ്ദേഹത്തിനും നീ ഖൈർ ചെയ്യണേ അല്ലാഹ്. اللهم اغفر لنا ولوالدينا ربنا ارحمهم كما ربونا صغارا. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. എങ്ങനെയാണോ ഞങ്ങളെ പോറ്റി വളർത്തിയത്, അല്ലാഹുവേ, അവരതുപോലെ അവരുടെ വാർദ്ധക്യകാലത്ത് നീ ഏറ്റെടുക്കണേ അല്ലാഹ്. മരിച്ചു പോയവരാണെങ്കിൽ അവരുടെ ഖബറിടം സ്വർഗീയമാക്കണേ അല്ലാഹ്. ഇവിടെ 2 പവനും 1 പവനും 10,000ങ്ങളും മോതിരങ്ങളും 1000ങ്ങളും 2000ങ്ങളും നൽകിയ ആളുകൾ, അല്ലാഹുവേ, 100ന്റെയും 10ന്റെയും 50ന്റെയും നോട്ടുകൾ നൽകിയവർ, അല്ലാഹുവേ, ആ സ്വതക്കകളൊക്കെ സ്വീകരിക്കണേ അല്ലാഹ്. ആ സ്വതക്കകൾ കാരണം എല്ലാവർക്കും ഈമാൻ സലാമത്തായി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ചോദ്യം ഇതാണ് റബ്ബേ, ഈമാൻ സലാമത്തായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്.
ربنا هب لنا من لدنك ذرية طيبة إنك سميع الدعاء. അല്ലാഹുവേ, മക്കളില്ലാത്ത ആളുകൾക്ക് മക്കളെ നൽകണയല്ലാ, ഒരുപാട് മക്കളെ നൽകണയല്ലാ, നൽകിയ മക്കളെയൊക്കെ സാലിഹീങ്ങളിൽ പെടുത്തണയല്ലാ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക. അല്ലാഹുവേ, നീ തന്ന നിഅമത്ത് ഞങ്ങളുടെ മരണം വരെ നീ നിലനിർത്തണയല്ലാ. അല്ലാഹുവേ, നീ തന്ന നിഅമത്ത് നീ ഞങ്ങളുടെ മരണം വരെ നിലനിർത്തണയല്ലാ. വതഹഫ്ഫുലി ആഫിയതിക. അല്ലാഹുവേ, നീ തന്ന ആഫിയത്ത് മരണം വരെ നിലനിർത്തണയല്ലാ. ആരോഗ്യത്തോടെ ഇസ്സത്തോടെ വളരെ നല്ല രീതിയിൽ മരണം വരെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണയല്ലാ. വഫുജാഅതി നിഖമതിക. പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണയല്ലാ. മാരകമായ രോഗങ്ങളിൽ നിന്ന് കാക്കണയല്ലാ. ആക്സിഡന്റ് പോലെയുള്ള മരണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണയല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കളെ കാക്കണയല്ലാ. ഞങ്ങളുടെ കുടുംബക്കാരെ കാക്കണയല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന, സഹായിക്കുന്ന, സഹകരിക്കുന്ന എത്രയോ ആളുകൾ കേരളത്തിന്റെയും ലോകത്തിന്റെയും മുക്കുമൂലകളിലുണ്ട് റബ്ബേ. അവർക്ക് ആഗ്രഹിക്കുന്ന ദുആയും പ്രാർത്ഥനയുമാണ് റബ്ബേ. അവരുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ. അല്ലാഹുവേ, ഭക്ഷണം നൽകിയ വീട്ടുകാരവർക്ക് സ്വർഗ്ഗീയ ഭക്ഷണം നൽകണേ അല്ലാ. സ്വർഗ്ഗീയ പാനീയം നൽകണേ അല്ലാ. സ്വർഗ്ഗീയ സുഖങ്ങൾ നൽകണേ അല്ലാ. അല്ലാഹുവേ, അവരിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് നീ അത് കാരണം സ്വർഗ്ഗീയ സുഖങ്ങൾ നൽകി ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അവർക്കെല്ലാം സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ്. നമ്മളെപ്പോഴുള്ളൊരു വെല്ലുവിളി മൈക്കാണ്. പല സ്ഥലത്തും പറ്റിക്കും. എപ്പോഴെങ്കിലും ആഴ്ചയിൽ 1-2 നല്ല മൈക്ക് കിട്ടും. അല്ലാത്ത സ്ഥലത്തൊക്കെ കഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ദുആ ചെയ്യ്, നല്ല മൈക്ക് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യ്. നല്ല വേദന പറയാൻ പറ്റുമോ? സിക്കും ബിദ്ദുആ. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുരുഷന്മാരാരും പോകരുതെന്ന് പ്രത്യേകം അറിയിക്കുന്ന ഒരു 5 മിനിറ്റ് സഹോദരിമാരൊന്ന് പോയി തീരുന്നവരെ സഹകരിക്കണം. ഒരു കൂടിച്ചേരുമ്പോൾ ഒരു പ്രയാസമുണ്ടാകും. അതുകൊണ്ട് നമ്മൾ എടുത്ത പണിയൊക്കെ ബാത്തിലായി പോകും. ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കണമെന്ന് അറിയിക്കുന്നു. പ്രത്യേകിച്ച് പുരുഷന്മാരോട് അറിയിക്കാനുള്ളത്, തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് കേരളത്തിലെ പ്രഭാഷണ വേദിയിലെ വലിയ പണ്ഡിതനും ഖുർആൻ പണ്ഡിതനുമായിട്ടുള്ള ഉസ്താദ് റഹ്മത്തുള്ളാഹി അൽ ഖാസിമി മുത്തടം അഹ്ലുസുന്ന വൽ ജമാഅ എന്ന വിഷയത്തിൽ നമ്മുടെ ക്യാമ്പസിൽ നമ്മോട് സംസാരിക്കുന്നുണ്ട്. തിങ്കളാഴ്ച രാവിലെ 10 മണിക്കാണ് ആ പരിപാടിയിൽ നിങ്ങൾ പങ്കെടുക്കണം. സഹോദരിമാർക്ക് വേണ്ടി പ്രത്യേകം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന മയ്യത്ത് പരിശീലന ക്ലാസ്, ഹസീന പുതുക്കോടിൻ്റെ ക്ലാസ് നമ്മുടെ വടക്കയിൽ യൂസുഫ് കൈയുടെ വീട്ടിൽ വെച്ച് നടക്കും. അതിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപുരസരം ക്ഷണിക്കുകയാണ്. ഇന്നത്തെ നന്ദി പ്രഭാഷണത്തിന് വേണ്ടി ശാഖ SKSFിൻ്റെ പ്രസിഡന്റ് ഫാസിൽ KK ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട നേതാക്കളെ, എല്ലാവരെയും നാട്ടുകാരെ, യമാനിയ ദശവാർഷിക 4ാം സന്നിധാന മഹാസമ്മേളനത്തിൻ്റെ 3ാം ദിനമായ ഇന്ന് എന്നിൽ അർപ്പിതമായ കർത്തവ്യം നന്ദി പറയുക എന്നതാണ്. സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ശൈഖുന സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കും അധ്യക്ഷ പദവി അലങ്കരിച്ച പാറായി അബ്ദുള്ള ഹാജിക്കും ദുആ മജ്ലിസിന് നേതൃത്വം നൽകിയ കുട്ടി ഹസൻ ദാരിമിക്കും മുഖ്യപ്രഭാഷണം നിർവഹിച്ച ഖലീൽ ഹുദവി അൽ മാലികി കാസർഗോഡിനും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി മുൻസലാത്തോടുകൂടി യോഗം പിരിച്ചുവിട്ട് തയ്യാറിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ്.